ഹായ് ഫ്രണ്ട്സ്, ഇത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഈ ജിഹാദിൻ്റെ ഇടയിൽ ഞാൻ മറ്റൊരു സംഭവം നോട്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ എപ്പിസോഡ്. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു, രണ്ട് സുഡാപ്പി സുഹൃത്തുക്കളുടെ സഹായം മൂലമാണ് ഞാനിപ്പോൾ ഇന്ന് ക്യാമറയ്ക്ക് മുന്നിലിരിക്കണമെന്ന് പറഞ്ഞ്. ജസ്റ്റ് കേവലം രണ്ട് സുഡാപ്പി സുഹൃത്തുക്കളല്ല, അവർക്ക് പിന്നിൽ വേറെയും ആൾക്കാരുണ്ട്. എന്നാലും പ്രധാനമായിട്ടും പ്രത്യക്ഷത്തിൽ എൻ്റെ മുമ്പിലുണ്ടായ രണ്ട് സുഡാപ്പി സുഹൃത്തുക്കളെ പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. വേറെയും ഒരു സംഘം സുഡാപ്പി സുഹൃത്തുക്കൾ ഈ അൺമാസ്കിങ് അനോമലീസായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെയും ചില സുഡാപ്പി സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടായി. അപ്പോൾ ഞാൻ എന്നെ കോൺഫറൻറ്റ് ചെയ്ത് വന്ന മെയിനായിട്ടുള്ള രണ്ട് പേരെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ മൂലമാണ്, അവരുടെ സഹായം മൂലമാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വീണ്ടും ഞാൻ അവർക്ക് സല്യൂട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് നന്ദിയും സല്യൂട്ടും പറയും. അപ്പോൾ അവരുടെ കഠിന പരിശ്രമം മൂലം ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ ആണ് എന്നെ ഈ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത്. അപ്പോൾ ഇനി എനിക്ക് നോക്കാനുള്ളത്, അന്ന് ഞാനൊരു ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നെ സംബന്ധിച്ച ഒരു ആരോപണം, ഞാൻ ഒരു സ്വകാര്യ ഗ്രൂപ്പിൽ മുമ്പ് അവതാരകയായി ഒരു ഇസ്ലാമിക വിമർശന ചാനൽ തുടങ്ങിയിട്ട് അതിൽ അവതാരകയായി ഒരു പെൺകുട്ടിയെ വിളിച്ചതും ആ വിളിച്ച കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ഒരു യുക്തിവാദി രഹസ്യ ഗ്രൂപ്പിൽ നിന്ന് പിന്നീട് പ്രേമനൈരാശ്യം വന്നതിനെ തുടർന്ന് ഇസ്ലാമിലേക്ക് തിരിച്ചുപോയി മുനാഫിക്കായിട്ട് നടക്കുന്ന ഒരു ചങ്ങാതിയുടെ ഈ എൻ്റെ ഈ വോയിസ് എടുത്തുകൊണ്ട് പോകും. കാരണം അദ്ദേഹം ആ യുക്തിവാദി സ്വകാര്യ ഗ്രൂപ്പിൽ അന്നുണ്ടായി. അപ്പോൾ ഈ വോയിസ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാനെന്തോ 3000 രൂപക്ക് പെണ്ണ് പിടിക്കുന്നു എന്നുള്ള മട്ടിൽ അത് പ്രചരിപ്പിച്ചതും അതിൻ്റെ മറുപടിയും തെളിവൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ഞാൻ ശ്രദ്ധയപ്പെട്ടത്. പിന്നീട് ആ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും വീഡിയോ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും, എനിക്കതിനെന്തെങ്കിലും വരികയാണെങ്കിൽ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നൊന്നും ആരും പറയാനായിട്ടില്ല. പക്ഷേ വിദേശത്തുള്ളൊരു സുഹൃത്ത് 3-4 ദിവസം മുമ്പ് ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ എനിക്കിട്ട് തന്നു. പുള്ളി അത് ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്കിട്ട് തന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഒരു വോയിസ്, അതായത് അന്നത്തെ അതേ സംഭാഷണത്തിൽ അന്നൊരു സംവാദം നടന്നിരുന്നു. ആ സംവാദം നടന്നതിൽ ഞാൻ കുറേ കയറി മറിഞ്ഞ് കുറേ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വൈകാരികമായി കുറച്ച് പ്രകോപിതനായിട്ടാണ് ഞാനന്ന് സംസാരിച്ചത്. കാരണം ഞാനറിയാത്ത കാര്യങ്ങളിൽ വ്യക്തിപരമായി വലിച്ചിട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ വൈകാരികതയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കുറേ വോയിസാണ് ഇവരുടെ ഒരു തുരിപ്പ് ഷീറ്റായിട്ടുണ്ടായത്. അതൊരു കാലത്ത് എനിക്ക് ഷോക്കിങ് ഉണ്ടായാലും പിന്നെ ഞാൻ കല്ലി വല്ലി എന്ന് പറഞ്ഞിട്ട് നടക്കലോടിയിട്ട് കുറേ നാളായി. അപ്പോൾ അവരെവിടെ കൊണ്ടിട്ടോട്ടെ, എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ള മട്ടാണ്. അപ്പോൾ ഇനി അത് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഈ മുഹമ്മദിനെയും കുട്ടി വെച്ച് ചമരം പിടിച്ച് കൊടുക്കാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ തെളിയിച്ച് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഈ ഇൻസ്റ്റഗ്രാം വീഡിയോ കിട്ടിയതിൻ്റെ നിലക്ക് ഈ ഇൻസ്റ്റഗ്രാമിലെല്ലാം എവിടെ കൊണ്ടിട്ടാലും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി കൊടുക്കും. ആരോ സുഡാപ്പികൾ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് അതെൻ്റെ ശ്രദ്ധയപ്പെടുന്നത് ഇപ്പോഴാണ്. കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവല്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഞാനതിൽ ആക്റ്റീവല്ല. ഒരു വീഡിയോ പോലും ഇന്ന് വരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇൻസ്റ്റഗ്രാമിലേക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ അതിന് സഹായിച്ച ഈ പുതിയ സുഹൃത്തുക്കൾക്ക് സല്യൂട്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും എന്നെ കൊണ്ടുവരുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഡാപ്പി സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും എൻ്റെ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി ആ ഇൻസ്റ്റഗ്രാമിൽ വന്ന് അത് യൂട്യൂബിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടോ വന്നില്ല. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പകരം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചെറിയ ഇതായിട്ടാണ് വന്നത്. ഇൻസ്റ്റഗ്രാമിൽ അധികം നീണ്ട വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഉള്ളത് വെച്ചിങ്ങാണ്ട് ഇട്ടിട്ട് ഹൂ ആർ യു എന്നൊക്കെ ഒരു പയ്യൻ പറയുന്ന ഒരു കോമഡി പറയുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും. അതൊക്കെ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് എന്തോ വലിയ കാര്യം സാധിച്ച മാതിരിയാണ് വെച്ചേക്കണത്. എന്നിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒരു ഗ്യാപ്പിൽ കൂടെ ഒളിഞ്ഞു നോക്കണത്. അപ്പോൾ അങ്ങനെ ഇടാൻ കൃത്യമായ കാരണമുണ്ട്. ആ കൃത്യമായ കാരണം അറിയണമെങ്കിൽ ഞാൻ ആ വോയിസിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാം. ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്ക്. പിന്നെ ചോദിക്കാന്ന് പിന്നെ ചെയ്യാന്ന് വെച്ചാൽ നോക്കി നിന്ന് വേണം വിടാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല, അവരെ കാണിക്കരുത്. അത് എക്സിബിഷനിസമാണ്. അപ്പോൾ അവർക്കതൊരു ഭയങ്കര മനപ്രയാസവും വിഷമം ഉണ്ടാവും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല പെൺപിള്ളേരെ അവർ ഒരു ജനലിനൊരു ഗ്യാപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ സ്വാഭാവികമായിട്ട് ആ പലകട ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയിട്ട് ഞാൻ ചില പെൺകുട്ടികളൊക്കെ നോക്കി നിന്ന് ഞാൻ വാണപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. നല്ല രസമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിച്ച് വാണപ്പെടുന്നതിലും രസമാണ് ഇങ്ങനെ ഇതിൽ കൂടെ നോക്കി നിന്ന് വാണപ്പെടുന്നത്. എതിർലിംഗത്തിൽപ്പെട്ട ആളെ നോക്കി നിന്ന് അവരുടെ ആ പ്രധാന ഇതിലൊക്കെ നോക്കി. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടില്ല. അതായത് അവർ നമ്മൾ അറിയുന്നോ കാണുന്നോ ഇല്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. സീക്രട്ടായിട്ട് നടക്കുന്ന ഒരു സംഭവം, ആർക്കും നഷ്ടമില്ല. അപ്പോൾ അതുപോലെ ഇപ്പം ഉമ്മയൊക്കെ ആകുമ്പോൾ പെങ്ങളൊക്കെ ആകുമ്പോൾ ഈ പ്രശ്നം വരില്ല, ഇത്രയും ഇത് വരില്ല. അവരെ ഇഷ്ടം പോലെ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഏതെങ്കിലും പറ്റിയ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവർ പണിയെടുക്കുമ്പോൾ അവർ തുണി. അപ്പോൾ കേട്ടില്ലേ ഈ വോയിസ്? ഇത് ഞാൻ പറഞ്ഞ വോയിസ് തന്നെ കേട്ടോ. കാര്യം ഞാൻ പ്രത്യേകം ഞാൻ ആ ഒരു കൃത്രിമമായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. അവർ
ഞാൻ പറഞ്ഞ വോയിസ് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സുഹൃത്തിൻ്റെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യുക്തിവാദി സുഹൃത്തിന് ഒരു പ്രേമ നൈരാശ്യം വന്നപ്പോൾ പുള്ളി മെൻ്റലായിട്ട് മാറി. ഈ മെൻ്റലായ സുഹൃത്ത് പിന്നീട് വേറൊരു മറ്റേ പെണ്ണ് ഇട്ടുകൊണ്ടുപോയി. ആ പുള്ളിയുടെ അമിത സദാചാര പോലീസിങ് കാരണമാണ് ആ പെൺകുട്ടി ഇട്ടുകൊണ്ടുപോയി. അതിനുശേഷം പുള്ളി ഇങ്ങനെ മെൻ്റലായിട്ട് ഗ്രൂപ്പിലിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ അറിയണില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ഫെമിനിസ്റ്റ് പോസ്റ്റ് ഞങ്ങളുടെ സ്വകാര്യ ഗ്രൂപ്പിലുണ്ടായിരുന്ന, അതായത് യുക്തിവാദികൾ മാത്രമുള്ളൊരു സ്വകാര്യ ഗ്രൂപ്പായിരുന്നു, അത് ഒരു സീക്രട്ട് ഗ്രൂപ്പായിരുന്നു. ആ സീക്രട്ട് ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വനിതാ സുഹൃത്ത് ഒരു ഫെമിനിസ്റ്റ് പോസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ ഫെമിനിസ്റ്റ് പോസ്റ്റ് കണ്ട ഉടനെ ഇദ്ദേഹം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇത് സമൂഹത്തിനെ പിഴപ്പിക്കും, ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഈ യുക്തിവാദികൾ സമൂഹത്തിനെ പിഴപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഒരു പ്രസംഗം നടത്തി. അപ്പോൾ ആ കൊണ്ടുവന്നിട്ട വനിതാ സുഹൃത്തിന് ഭയങ്കര ഇൻസൾട്ടായി. അവരങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും എല്ലാവരും പരസ്പരം അറിയാവുന്ന ഒരു യുക്തിവാദി ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരാൾ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തായാലും ഒരു ഇൻസൾട്ടിങ് തോന്നുമല്ലോ. അപ്പോൾ അവരിങ്ങനെ പരാതിയൊക്കെ പറഞ്ഞു, അവരെ ചോദ്യം ചെയ്തു, പിന്നെ പരാതി പറഞ്ഞു. പിന്നെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഞാനതിൽ ഇടപെടുന്നില്ല എന്ന് അടക്കം ഒരു പരാതി പറഞ്ഞു. ഞാൻ ഇടപെടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഈ സ്ത്രീയും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, മറ്റേ സുഹൃത്തും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് ഒരാളുടെ പക്ഷം പിടിക്കാൻ ഒരു ധർമ്മസങ്കടം വന്നു. എന്നിട്ട് പിന്നെ ഈ സ്ത്രീ ഇങ്ങനെ പരാതി പറഞ്ഞതിന് ശേഷം ഞാൻ ഇടപെട്ടിട്ട് എന്താണ് ചങ്ങാതി നിങ്ങളിങ്ങനെ പറയണത്, നമ്മൾ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ എന്തോരം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്, എത്ര തവണ വായിച്ചിട്ടുണ്ട്, ഇതിലെന്താണ് ഇപ്പോൾ പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഈ ഖുറാന് തഫ്സീർ എഴുതണ മാതിരി ഒരു 5-6 പാരഗ്രാഫ് വരുന്ന ഒരു സ്ത്രീയെ ഉണ്ടാക്കിയ ഒരു ഫെമിനിസ്റ്റ് പോസ്റ്റിന് പുള്ളി ഒരു 12 വള്ളിയുള്ള ഒരു തഫ്സീർ എഴുതി എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരേ വാക്ക് കൊടുത്തിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇതിനെന്തോ ഒരു ഭീകര സംഭവമാക്കി മാറ്റാൻ തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ചെയ്ത് ഇങ്ങനെ വന്ന് ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വൈകാരികമായി പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ഒക്കെ കാരണം മറ്റേ പ്രേമനൈരാശ്യം വന്ന് സൈക്കോ ആയതിനാണ് പ്രശ്നമായത്. അങ്ങനെ പൊട്ടിത്തെറിക്കും. പുള്ളി അതിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പോവുക. അപ്പോൾ എന്നിട്ട് പിന്നെ എൻ്റെ പിന്നാലെ കൂടാൻ കാരണം മറ്റേ ആ പ്രേമിച്ച പെണ്ണിനെ കുത്തിക്കൊല്ലണം എന്ന്, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്നാണ് പുള്ളിയുടെ മനസ്സിൽ സൈക്കോ ആയ നിലക്ക്. പക്ഷെ അതിനുള്ള ധൈര്യമില്ല. അതിനൊരു ധൈര്യം വേണമല്ല. ഇപ്പോൾ ഒരാൾ സൈക്കോ ആയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ സൈക്കോൻ്റെ ഗ്രേഡ് അനുസരിച്ച് ധൈര്യമുള്ള സൈക്കോയും ധൈര്യം കുറഞ്ഞ സൈക്കോയും മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന സൈക്കോ ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ധൈര്യം കുറഞ്ഞൊരു ബിലോ ആവറേജ് സൈക്കോ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് ആ പെണ്ണിൻ്റെ പിന്നാലെ പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ധൈര്യമില്ല. അപ്പോൾ പേടിച്ചിട്ട് പിന്നെ ഈ ഫെമിനിസ്റ്റ് പോസ്റ്റ് ഇട്ട പെണ്ണായിട്ടാണ് പിന്നെ രണ്ടാമത് പൊട്ടിത്തെറിക്കുന്നത്. ആ പെണ്ണിൻ്റെ പിന്നാലെ പോകാൻ ധൈര്യമില്ല. ഇവരൊക്കെ പിന്നാലെ പോയാൽ തട്ട് കിട്ടും. ഇപ്പോൾ മതം വിട്ടവരെ കൊല്ലണ സുഡാപ്പികൾ കൊല്ലാത്തതിൻ്റെ കാരണം പറയണ പോലെ തന്നെ ഇവരെയൊക്കെ പിന്നാലെ പോയാൽ തട്ട് കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനൊക്കെ ഞാൻ ചോദ്യം ചെയ്ത ഒരാളുണ്ടല്ലോ, ഞാൻ ചോദ്യം ചെയ്തത് പുള്ളിനെ ചീത്ത പറഞ്ഞുകൊണ്ടോ അതുപോലുള്ള മോശമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ല. പക്ഷെ ഞാൻ ചോദ്യം ചെയ്തല്ല, പുള്ളിയുടെ സൈക്കോസിസിൻ്റെ കൂട്ട് നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ ടാർഗറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് പോയതിന് ശേഷം എൻ്റെ പിന്നാലെ സംവാദം വേണം. അതിന് നാസ്ബായി തന്നെ വേണം, വേറെ ലോകത്തൊരാളും വേണ്ട. സംവാദത്തിന് നാസ്ബായി തന്നെ വേണമെന്ന് പറഞ്ഞ് സംവാദം നടത്തി. സദാചാരം സംബന്ധിച്ച സംവാദമാണ്, മൊറാലിറ്റി സംബന്ധിച്ച, ധാർമ്മികത സംബന്ധിച്ച സംവാദം. അങ്ങനെ അതും കൊണ്ടുവന്നപ്പോൾ ഞാൻ പച്ചക്ക് കുറേ സെക്ഷുവാലിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ എന്താണ് പ്രശ്നം, ആകാശത്തിൻ്റെ തൂണൊടിയോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നടന്ന സംവാദത്തിൻ്റെ അവസാനം ഈ സുഡാപ്പികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സുഡാപ്പികളുടെ മൊറാലിറ്റി സംവാദത്തിൻ്റെ നെടുന്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പെങ്ങൾ ഭോഗമാണ്, ഇൻസെസ്റ്റ്. ആ ചോദ്യം ഇല്ലാണ്ട് ഒരു സുഡാപ്പിക്ക് പിന്നെ ഒരു ചർച്ച ഈ ലോകത്തില്ല. അതിനിപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും കോത്താഴം പഞ്ചായത്തിലെ മാത്രം ഇതെന്ന് വിചാരിക്കരുത്. ഇത് ലോകം മുഴുവൻ സുഡാപ്പിയുള്ള അവസ്ഥ. അതാണ് ഇൻ്റർനാഷണൽ സംവാദകനായ അംസ സോഴ്സി എടുത്താലും ശരി, അല്ലെങ്കിൽ മുഹമ്മദ് ഹിജാബ് എടുത്താലും ശരി, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ നിലയിൽ ഇൻസെസ്റ്റിൻ്റെ ചോദ്യത്തിലാണ്. അള്ളാഹുവിൻ്റെ മൊറാലിറ്റി മുഴുവൻ കിടക്കുന്ന ഇൻസെസ്റ്റിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ച ഇങ്ങനെ നടന്നിട്ട് അതിൻ്റെ അവസാനം ഈ പറഞ്ഞ സുഹൃത്ത് പിന്നീട് ഈ സംവാദം കാലത്ത് പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് കുപ്പായിട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി കമ്മ്യൂണിസം വലിച്ചെറിഞ്ഞിട്ട് സുഡാപ്പിസത്തിലേക്ക് പോയി. സുഡാപ്പിസത്തിൽ പോയി അഭയം തേടിയിട്ടാണ് പിന്നെ രണ്ടാമത് പിന്നെ ഒരു സംവാദം വേണമെന്ന് പറഞ്ഞിട്ട് നാസ്തികതയും വിശ്വാസം എന്നുള്ള ഗ്രൂപ്പിൽ പുള്ളി സുഡാപ്പിയും ഞാൻ യുക്തിവാദിയായിട്ട് നിന്നിട്ട് പിന്നെ ഒരു സംവാദം കൂടെ നടത്തി. ആ സംവാദത്തിൽ പിന്നെ ഞാൻ ഇതേപോലെ വൈകാരികമായി സംസാരിക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ അന്നത്തെ വോയിസ് ഒന്നും എടുത്തുകൊണ്ട് വരാനൊരു നിർത്തിയില്ല. അന്നത്തെ വോയിസൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് ടെലഗ്രാമിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും എടുത്തു കൊണ്ടുവരാൻ ഒരു നിർത്തിയില്ല. ഫസ്റ്റ് സംവാദത്തിൽ
അതൊരു യുക്തിവാദി ആശയ സംവാദം ഗ്രൂപ്പിലായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു. അത് ഞാൻ വൈകാരികമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ പച്ചക്ക് കുറേ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കുരുപൊട്ടിക്കാൻ പറഞ്ഞാണ്. പക്ഷേ അത് ഇവർ ഈ വോയിസ് എടുത്തു വെച്ചതും, അത് അൺമാസ്കിങ് അനോമലീസിൻ്റെ ഒരു പിന്നണി പ്രവർത്തകനാണ് അതെടുത്ത് സൂക്ഷിച്ചു വെച്ചതും, ആ വോയിസ് എടുത്ത് സൂക്ഷിച്ചു വെച്ചതും, പിന്നീട് അത് കൊണ്ട് ക്ലബ് ഹൗസിലിട്ട് പ്ലേ ചെയ്തതും ആ സമയത്ത് അതെനിക്ക് ഇത്തിരി ഷോക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം അതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഇപ്പോൾ ഇത്ര ഗുരുതരമായൊരു ഇതൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ, നമ്മുടെ ഈ പിന്നോക്കമായ ലൈംഗിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇതായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര നാണത്തോടു കൂടിയും ഭയങ്കര എന്തോ കപട സദാചാരത്തോടു കൂടിയും ഒക്കെ സംസാരിക്കുന്ന നമ്മളുടെ ഒരു സമൂഹത്തിൽ ഇത്തരം വോയിസുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു പുച്ഛഭാവം, പരിഹാസഭാവം, ഇതൊക്കെ മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് അന്നത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഷോക്കോടുകൂടി അതങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ അവിടെ പുള്ളി അത് നിർത്തുകയായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. കാരണം അത് ഞാനന്ന് അമിത വൈകാരികതയോടുകൂടി സംസാരിച്ചു, കുറേ അത് പുള്ളിയുടെ ഗുരുപൊട്ടിക്കാനായിട്ടായാലും കുറേ ഓപ്പൺ സെക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അവിടെ നിർത്തുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. പക്ഷേ ഞാൻ ഗൾഫിലിരിക്കുമ്പോൾ എൻ്റെ വൈഫിൻ്റെ മഹല്ലിൽ വന്നിട്ട് ഞാൻ യുക്തിവാദി എന്നും പറഞ്ഞ് എന്നെ എന്തോ ഇപ്പോൾ ചമരം പൊട്ടിക്കും എന്നുള്ള മട്ടിൽ വന്നതോടുകൂടിയാണ്, അതാണ് ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മുമ്പിലിരിക്കാൻ കാരണം. അതോടുകൂടി ഞാൻ തീരുമാനിച്ച് ഇനി അതുവരെ പലസ്തീന് വേണ്ടിയൊക്കെ വാദിച്ചായിരുന്നു. ഞാൻ പലസ്തീൻ വിഷയമൊക്കെ എടുത്ത് കിണറ്റിൽ വലിച്ചെറിഞ്ഞ് ഇനി ആ വിഷയമൊന്നും ഇത് ചെയ്യൂല, ഇനി അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല എന്നങ്ങോട്ട് തീരുമാനിച്ച്. പലസ്തീനികളൊക്കെ എന്ത് ആയാലും എനിക്കൊരു കുഴപ്പമില്ല, കല്ലി വലിയ അറബി പറയണതിൽ കല്ലി വലിയ. എന്നിട്ട് ഞാനിപ്പോൾ ഈ ക്യാമറക്ക് മുമ്പിൽ ഇങ്ങനെ വരാൻ കാരണം, ഇതിന് പൂർണ്ണ കാരണം അതാണ്. പുള്ളി സുഡാപ്പിയായപ്പോഴുകൂടി ഞാനിതുമായി. അപ്പം അതാണ് അതിൻ്റെ കാരണം. അപ്പം ആ ആദ്യത്തെ സംവാദത്തിൽ ഞാൻ വൈകാരികമായി പ്രതികരിച്ച സംവാദത്തിലെ ഒരു ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത്. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം കൃത്യമായ കാരണമുണ്ട്. അതിനൊരു വോയിസ് ഉണ്ട്, അതിന് ആ വോയിസിന് ഞാനൊരു ഇൻട്രൊഡക്ഷനും കൂടെ പറഞ്ഞിട്ട് ആ വോയിസ് നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ചോദ്യോത്തര വേളയിൽ ഈ പുള്ളിയുടെ സുഹൃത്തായൊരു സുഡാപ്പി വന്നിട്ട് ആദ്യം മാന്യമായൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നല്ലൊരു ചോദ്യമായിരുന്നു. അത് ഞാൻ കൃത്യമായും മറുപടി പറഞ്ഞപ്പോൾ ആ സുഡാപ്പിക്ക് വായടഞ്ഞ്. രണ്ടാം റൗണ്ടിൽ പുള്ളിക്ക് ചോദ്യം ചോദിക്കേണ്ട സമയത്ത് പിന്നെ അത് വെച്ചിട്ടൊന്നും ചോദിക്കാനില്ല, ആ രീതിയിൽ അവിടെ വായടഞ്ഞ്. അപ്പം പിന്നെ സുഡാപ്പി എടുത്തതാണ്, ഞാൻ എൻ്റെ ഭാര്യനോട് എൻ്റെ മകൻ ചോദിക്കുകയാണ്, എനിക്ക് അമ്മയോട് ഇഷ്ടമാണ് ഈ രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ മോളോട് എനിക്ക് ചോദിക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള ഇൻസെസ്റ്റസ് ബന്ധം എൻ്റെ കുടുംബത്തിൽ എനിക്ക് നടപ്പാക്കണമെങ്കിൽ ഞാൻ എന്ത് പറയണം നാസ്ബായി, വൈകാരികത ഇല്ലാണ്ട് നല്ല രീതിയിൽ മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെ കുരുപൊട്ടിക്കാൻ തന്നെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് കുരുപൊട്ടുകയും ചെയ്ത്, വൈകാരികത ശരിക്കും വരികയും ചെയ്ത്. അതിൻ്റെ ഉത്തരവാണ് ഞാനീ പറഞ്ഞത്. ഞാൻ ആ ഉത്തരം പറയാനിടയുണ്ടായ ചോദ്യത്തിലേക്ക് നമുക്ക് ഇങ്ങോട്ട് പോവാം. ഞാൻ കുരുപൊട്ടാനിടയുണ്ടായ ചോദ്യത്തിലേക്കൊന്ന് പോവാം. ആ ചോദ്യം അതിൻ്റെ ആ വോയിസ് ക്ലിപ്പ് ഇത്. പിന്നെ ഒന്നും കൂടി ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മകൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ്, അതായത് ഓൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, എനിക്ക് അമ്മയെ ഇഷ്ടമാണ്, എനിക്ക് ലൈംഗികമായിട്ട് വീഴ്ച നടത്തണം. എൻ്റെ മകൾ എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് അച്ഛനെ ഇഷ്ടമാണ്, ലൈംഗികമായിട്ട് വീഴ്ച ചെയ്യണം. അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഞാൻ അത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക? ഈ ലൈംഗികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ അതിർവരമ്പ്? മകനിക്ക് മകളോട്, മകനിക്ക് അച്ഛനോട്, മകൾക്ക് അച്ഛനോട്, മകന് അമ്മയോട്, അല്ലെങ്കിൽ പുറത്തുള്ളവരോട്. എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവരാം. നിങ്ങൾ വെറുതെ പോയിട്ട് അവിടെ പോയിട്ട് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, നിങ്ങൾ കൂട്ടിയിട്ട് പോരും, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ഒരു ധാരണയിലെത്തണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതിനെ കുടുംബത്തിൽ അവതരിപ്പിക്കേണ്ടത്? ആ ശാസ്ത്രബോധം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? അതാണ് എൻ്റെ ചോദ്യം. അത് ലളിതമായിട്ട് പറഞ്ഞാൽ മതി നാസ്ബായി, ഏടെല്ലോ മതത്തിൽ കൂട്ടിക്കെട്ടിയിട്ടൊന്നും പറയണം. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. കേട്ടില്ലേ? ഈ സുഡാപ്പി ചോദ്യത്തിനാണ് ഞാൻ കുരുപൊട്ടി ഉത്തരം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ മാന്യമായിട്ട് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചു നോക്കുക. ചോദിച്ചു നോക്കിയിട്ട് അവർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അവരെ ഉപദ്രവിക്കരുത്. കാരണം പരസ്പര സമ്മതമില്ലാത്തൊരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. പിന്നെ അവരെ ഉപദ്രവിക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക? ഞാനൊക്കെ ചെറുപ്പത്തിലെ ഇങ്ങനെ ഒളിച്ച് നോക്കി നിന്ന് വാണം വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളെവിടെയെങ്കിലും ഒളിച്ച് നിന്നിട്ട് ഒരു തുളയിൽ കൂടെ നോക്കി വാണം വിട്ടോളാൻ പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, വേറെ പെൺകുട്ടികളെയൊക്കെ നോക്കി അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നീ ചെയ്തോ എന്ന് പറഞ്ഞത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് സുഡാപ്പിക്ക് ഉമ്മാനെയും പെങ്ങളെയും ഒക്കെ കാണുമ്പോൾ കമ്പിയാവുന്നു, അല്ലെങ്കിൽ അതുപോലെ അവൻ്റെ മോന് അല്ലെങ്കിൽ മോൾക്ക് അവനോടും
അവൻ്റെ മോന് അവൻ്റെ ഭാര്യനോടും, അതായത് മോൻ്റെ ഉമ്മാനോടും ഒക്കെ അങ്ങനെ തോന്നുമ്പോൾ എന്ത് ചെയ്യും എന്ന് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, സുഡാപ്പികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ എൻ്റെ ഉമ്മാനെയും പെങ്ങളെയൊക്കെ നോക്കി വാണം വിട്ടു എന്ന രീതിയിലാണ് അവർ ഈ വോയിസ് ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിച്ചത്. അങ്ങനെ അവർ പ്രചരിപ്പിച്ചതിൽ യാതൊരു അത്ഭുതമില്ല. കാരണം ഈ ചതിക്കാനും നുണ പറയാനും തെറി പറയാനും അതുപോലെ കൊള്ളയും കൊലയും നടത്താനൊക്കെ ഇവർക്ക് മാതൃകയുണ്ട്. ഉസ്വത്തുൻ ഹസനയിലും മാതൃകയുണ്ട്. ഈ ഉസ്വത്തുൻ ഹസനയിൽ ഇവർക്ക് അതിനുള്ള മാതൃകയുണ്ട്. അപ്പോൾ ആ മാതൃക ഉള്ളിടത്തോളം അവരുടെ കയ്യിൽ നിന്ന് നമ്മളിത് പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു അത്ഭുതം വിചാരിക്കേണ്ട കാര്യമില്ല. അവരത് ചെയ്തിരിക്കും. അത് നാളെയും അവരത് തന്നെ ചെയ്യും. കാരണം ഇവരുടെ ഉസ്വത്തുൻ ഹസന ഇതുപോലുള്ള ഒരുപാട് ചതികളും വഞ്ചനകളും നുണകളും തെറികളും തട്ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞത്, ഞാനിങ്ങനെ മറ്റു പെൺകുട്ടികളെ നോക്കി ചെയ്തിട്ടുണ്ട്, അതേപോലെ നീ, ഞാനൊരു ഉപമ പറഞ്ഞു കൊടുത്താണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ നീ അവരോട് ചോദിച്ചു നോക്കാം, കിട്ടിയില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്. കാരണം കൺസെൻ്റ് ഇല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കരുത്. എന്നിട്ട് നിനക്ക് എന്നിട്ടും ആഗ്രഹം അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു തുളയെ കൂടെ നോക്കി നിന്ന് നീ വാണം വിട്ടാൽ മതി, വേറെ അവരെ ഉപദ്രവിക്കുക. നല്ല കാര്യത്തിന് വേണ്ടി ഉപദേശിച്ചാണ്. പക്ഷേ ആ നല്ല കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഉപദേശിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഞാൻ അതിൻ്റെ സത്യാവസ്ഥ തുറന്നു കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് തുറന്നു കാണിച്ചല്ലേ പറ്റുള്ളൂ. അതിനൊന്നും ഇനി ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി എന്ത് ഇതുപോലത്തെ കൊണ്ടുവന്നോട്ടെ ഞാൻ പറയാം. അതിൻ്റെ ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയും. എന്നിട്ട് ഞാൻ ഈ മുഹമ്മദിനെയും ഇവരുടെ പ്രത്യയശാസ്ത്രത്തിനെയും കൂട്ടി വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളും കാണിച്ചു തരും. ഇത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പാടില്ല, സത്യമാണ്, ശരിയാണ്. അത് ഞാൻ തീർച്ചയായിട്ടും അതെൻ്റെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സുഡാപ്പികൾ ഈ ഇൻസെസ്റ്റ് താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സുഡാപ്പികളും ഇൻസെസ്റ്റും എന്ന വിഷയത്തിൽ ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ഈ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തെളിവുകളിലേക്കാണ് ഞാൻ ഇനി പോകാനുള്ളത്. എന്തുകൊണ്ട് സുഡാപ്പികൾക്ക് ഇങ്ങനെ ഇൻസെസ്റ്റ് താല്പര്യം കൂടുതലായിട്ട് കാണപ്പെടുന്നു? എന്തുകൊണ്ട് അവർ ഏതൊരു സംവാദത്തിലും ഈ ഇൻസെസ്റ്റിനെ ഒരു സംവാദത്തിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു? അവരെന്തുകൊണ്ട് ഇൻസെസ്റ്റ് എന്തുകൊണ്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൊടും ക്രിമിനലാണെന്ന് നോക്കാം. ഇപ്പോൾ അതേ സീരിയൽ കില്ലറായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളാണ് ജയാനന്ദൻ. പിന്നെ അതുപോലെ നമുക്കറിയാവുന്ന ഒരുപാട് കുറ്റവാളികളുണ്ട്. ഗോവിന്ദചാമി ആയിക്കോട്ടെ, ആരെടുത്താലും ഇവർക്കൊരു പക്ഷേ സിസ്റ്റേഴ്സ് ഉണ്ടാവും, ഇവർക്ക് അമ്മമാരുണ്ടാവും. അതിൽ തന്നെ കാണാൻ ഭംഗിയുള്ള സിസ്റ്റേഴ്സും അമ്മമാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവരവിടെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഖുറാൻ വായിച്ചതുകൊണ്ടാണ്. സുഡാപ്പിയുടെ വാദം കേട്ടാത്തൊന്നും ഖുറാൻ വായിച്ചതുകൊണ്ടാണ് അല്ല, മറിച്ച് അത് ലൈംഗിക മരവിപ്പുള്ളതുകൊണ്ടാണ്, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഈ ഇൻസെസ്റ്റ് എന്നുള്ള സംഗതി വളരെയധികം കുറഞ്ഞേക്കുന്നത്. എന്നിട്ടും ഇൻസെസ്റ്റ് അപൂർവമായിട്ട് ചിലരിൽ മാത്രം ഈ ഇൻസെസ്റ്റ് പ്രവണത കാണുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ ഒരു വളരെ ചെറിയ ശതമാനം ആളുകളിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ വീഡിയോ ഞാനിവിടെ കണ്ടു നോക്ക്. കവളഞ്ചേരി റാഫി മകൾക്ക് 5 മാസം പള്ളിയിലോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ പോലീസ്. ഉണ്ടല്ലേ കവളഞ്ചേരി റാഫി ഇല്ല SSFന്റെ മൂലരാവോ 5 മാസം പള്ളിയിലോ മകൾക്ക്. അപ്പം സ്വന്തം മോളെ ഗർഭിണിയാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു ഉസ്താദാണ്. ഇതുപോലെ ഞങ്ങളുടെ അടുത്ത്, ഞാൻ ജനിച്ചു വളർന്ന നാടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു നാട്ടിൽ സ്വന്തം മോളെ ഗർഭിണിയാക്കിയത് ഒരു മുസ്ലിമായ ആളാണ്. അയാൾ എക്സ് മുസ്ലിമൊന്നുമല്ല. അങ്ങനെ ഇഷ്ടം പോലെ ഇട്ട് ആ ഇഷ്ടം പോലെ വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടലി എടുക്കുമ്പോൾ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഈ താല്പര്യമുള്ളവർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ വിശ്വാസികളാണ്. കാരണം അവിശ്വാസിനെ സംബന്ധിച്ച് മ്യൂച്വൽ റെസ്പെക്റ്റ് നിർബന്ധമാണ്. സമ്മതിക്കാത്തടത്തോളം, അതായത് ഇൻഫോംഡ് കൺസെൻറ്റ് ഇല്ലാത്തടത്തോളം ആ വിശ്വാസിനെ സംബന്ധിച്ച് തത്വത്തിൽ അത് പാടില്ല. ഒരു വിശ്വാസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ മുഹമ്മദും ഇവരുടെ ഏറ്റവും വലിയ മാതൃകാ പ്രവാചകനായ മുഹമ്മദും സഹാബികളും സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ. ഭർത്താവിനെ വെട്ടിക്കൊന്നതിന് ശേഷം ഹായ് മിസ്റ്റർ വിലാസിനി, ഭർത്താവിൻ്റെ ശല്യം ഒഴിഞ്ഞു പോയല്ലോ, ഇനി നമുക്കാവാമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണോ? അല്ല, പിടിച്ചുകൊണ്ടുപോവാണ്, എന്നിട്ട് പങ്കിട്ടെടുക്കുകയാണ്, ബലാത്സംഗം ചെയ്യണം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇൻഫോംഡ് കൺസെൻറ്റ് ഇവർക്ക് ഇഷ്ടമല്ല. അത് പാടില്ല, അത് ഹറാമാണ്. ഇവരെ സംബന്ധിച്ച് ഇൻഫോംഡ് കൺസെൻറ്റ് ഹറാമാണ്. അത് ഭാര്യയല്ല ശരിയാണ്. കാരണം ഭാര്യ ഈ ഒട്ടകപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ പോലും ഭർത്താവിന് ഇത് തോന്നിക്കഴിഞ്ഞാൽ ഭാര്യ അപ്പോൾ അവിടെ കിടന്നു കൊടുത്തോളം എന്നാണ് പ്രധാന ഇമാമുമാരൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് വായിക്കാം. സ്ത്രീ എന്ന വിഷയം ഞാൻ ചർച്ചയിൽ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇതേതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു വില കുറഞ്ഞ മുസ്ലിയാർ വിളിച്ചു പറയുന്ന കാര്യമല്ല.
അടിസ്ഥാന രേഖകളിലുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് പറയാനിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ചലം നക്കിയെടുക്കണം ഒരു ഭാര്യയുടെ കടമയാണ്. ഭർത്താവ് ഇന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചില്ലെങ്കിൽ പുലരും വരെ പിന്നെ മലക്കുകൾക്ക് പിന്നെ ഈ വൃത്തികെട്ട ഡ്യൂട്ടിയാണ്. മലക്കുകൾക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു ഇതാണ്. മലക്കുകളൊക്കെ മുങ്ങും ഈ ഡ്യൂട്ടി. പക്ഷേ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ മലക്കുകൾ വന്ന് പിന്നെ അവളെ നീ ഒടുക്കം വെച്ച് പോകുള്ളൂടി, നീ എന്തേ സമ്മതിച്ചില്ല അയാൾക്ക്, നീ സമ്മതിക്കാൻ കാരണമാണ് ഞങ്ങൾക്ക് ഈ ഇടങ്ങേറുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നത്, നീ എവിടത്ത് കാര്യമുണ്ട്, മറ്റോളെ മറിച്ചോളെ ഡാഷ് മോളെ ടിക്കറ്റ് ഒന്നും പുലരും വരെ ശപിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഹദീസ് ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെയാണ് പെണ്ണിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് ഇവർക്ക് ഇഷ്ടമല്ല. അത് ഹറാമായിട്ടുള്ളൊരു കാര്യം. കാരണം ഞാൻ മുഹമ്മദിൻ്റെ സഹാബിമാരെയും കാര്യം പറഞ്ഞു. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റിൻ്റെ വിഷയം അവിടെ ഉദിക്കണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചൊരു ഇൻസെസ്റ്റ് പ്രവണത ഉണ്ടെങ്കിലും അവിടെ ഇൻഫോംഡ് കൺസെൻറ്റിൻ്റെ വിഷയം ഉള്ളത് കൊണ്ട് അവന് തത്വത്തിൽ അവനൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇവർ ഈ ഇൻഫോംഡ് കൺസെൻറ്റിൽ വിശ്വസിക്കാത്ത ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ ബലാത്സംഗത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഇവരുടെ പ്രവാചകൻ്റെ കാലത്തെയുള്ള സുന്നത്ത് അങ്ങനെ ആയതുകൊണ്ട് ഇവർക്ക് കയറിയിട്ട് സിസ്റ്ററെ ആയാലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല പാപം ചെയ്യണം എന്നാണ് ഹദീസുള്ളത്. പാപം ചെയ്ത് പൊറുക്കലിനെ തേടണം. ഇവർക്ക് എന്നിട്ട് ഈ പാപം ചെയ്തതിന് ശേഷം പൊറുക്കലിനെ തേടിയാൽ മതി. പെങ്ങളോട് ഇത് ചെയ്തിട്ട് ഏറ്റവും വലിയ കുറ്റം ചേർക്കുകയാണ്, അത് ചെയ്യാതിരുന്നാൽ മതി. മാതാവിനെ വ്യഭിചരിക്കുന്നതിലും വലിയ കുറ്റം ചേർക്കുകയാണ്, അത് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടുതൽ തെളിവുകളിലേക്കും അതിൻ്റെ എക്സ്പ്ലാനേഷൻസിലുമാണ് ഇനി പോകാനുള്ളത്. എന്തുകൊണ്ട് സുഡാപ്പികൾ എല്ലായിടത്തും അന്തർദേശീയ ലെവലിലായാലും ഇവിടുത്തെ കേരളത്തിലെ കോത്താഴം ഗ്രാമപഞ്ചായത്തിൻ്റെ ലെവലിലായാലും ശരി, ഈ അമ്മ പെങ്ങൾ ഭോഗം ഇൻസെസ്റ്റ് എപ്പോഴും ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തെളിവുകളിൽ അള്ളാഹുവിൻ്റെ മൊറാലിറ്റിയുടെ ഇതിൽ ഇൻസെസ്റ്റ് ഒരു വിഷയമായി വരുന്നു? ഇതാണ് നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാനുള്ളത്. എന്തുകൊണ്ട് സുഡാപ്പികൾ ഇത്രയധികം ഇൻസെസ്റ്റ് കോൺഷ്യസ് ആവുന്നു എന്നുള്ളതാണ്. കാരണം അവർക്കതിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരം. അതിന് ഞാൻ ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന പുരുഷന്മാരായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കലെങ്കിലും അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില ഗെയ്സ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഹോമോസെക്ഷാലിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയോ നിങ്ങളുടെ തൊടയിലൊക്കെ ടച്ച് ചെയ്യുക അതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ചിലരൊക്കെ രൂക്ഷമായി പ്രതികരിക്കും. ചിലർ അവരെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ച് നൈസായിട്ട് ആ കൈയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒന്ന് നോക്കും രൂക്ഷമായിട്ട്, അങ്ങനെയൊക്കെ അവസാനിപ്പിക്കും. അങ്ങനെ പല രീതിയിൽ. അപ്പോൾ അത് പലതും ചെയ്തവരും എൻ്റെ ഈ വ്യൂവേഴ്സായിട്ടുണ്ടാവും. അപ്പം പിന്നെ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടായില്ല. അപ്പോൾ ഇവിടെ എന്താണ് പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമോസെക്ഷുവാലിറ്റിയിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മറ്റേ ആൾക്ക് ഈ താല്പര്യം ഇല്ല എന്നുള്ളത് എളുപ്പം മനസ്സിലാവില്ല. അവർ കരുതുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര രസകരമായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, അപ്പം ഇതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാവാം എന്ന രീതിയിലാണ് അവർ പലപ്പോഴും അത് അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാം ഈ ലെസ്ബിയൻസിനും ഈ പ്രശ്നമുണ്ട് ഉള്ളതായിട്ട് എന്നോട് എൻ്റെ വനിതാ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ താല്പര്യമുള്ളവർ വന്നിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കുന്നു, എപ്പോഴും ഇതുപോലുള്ള ഭാഷകൾ സംസാരിക്കുന്നു, എനിക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് പറയും നാസ്ബായി എന്നൊക്കെ ചോദിച്ച വനിതാ സുഹൃത്തുക്കളുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ എന്നെ കൊണ്ടാവുന്ന ലൈറ്റ് സൊല്യൂഷൻസൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഏത് രീതിയിൽ സംസാരിക്കരുതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ ആൾക്കും അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്കത് അറപ്പായി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇതേ വിഷയമാണ് ഇവിടെ ഈ സുഡാപ്പികൾക്കും ഈ ഇസ്ലാമിസ്റ്റുകൾക്കും വരുന്നത്. കാരണം അവർക്ക് ഈ ഇൻസെസ്റ്റിൽ താല്പര്യമുണ്ട്. ഒന്നാമത്തെ തന്നെ ഈ സയൻസ് ഇൻസെസ്റ്റ് എന്ന് കരുതുന്നത് സത്യത്തിൽ സ്വന്തം വീട്ടിലെ സ്വന്തം പെങ്ങളോടുള്ള റിലേഷൻ മാത്രമല്ല. കാരണം സയൻസിനെ സംബന്ധിച്ച് ഇൻസെസ്റ്റിൻ്റെ പരിധി കുറേയും കൂടെ വലുതാണ്. അതായത് ആ തറവാട്ടിലൊരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്താപ്പാടെ മകള്, എളീമാടെ മകള്, ഇത്തരത്തിലുള്ള റിലേഷൻസും അല്ലെങ്കിൽ അമ്മാവൻ്റെ മകളായാലും ശരി, അമ്മായിയുടെ മകളായാലും ശരി, ഇതൊക്കെ സയൻസിൻ്റെ കണ്ണിൽ ഇൻസെസ്റ്റ് ബന്ധമാണ്. പക്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മൂത്താപ്പാടെ മോളും എളീമാടെ മോളും അത് ഖുറാനിലെ ആയത്തുണ്ട്, ഇതിനൊക്കെ കെട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ട്. അവരൊന്നും മഹറമല്ല, മനസ്സിലായില്ലേ? അവരൊക്കെ ഈ ഹറാമായ ബന്ധങ്ങളാണ്. മൂത്താപ്പാടെ മോളെയും കൊണ്ട് സൗദി അറേബ്യയിൽ മൂത്താപ്പാടെ മോളെയും കൊണ്ട് പെങ്ങളാണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അത് മഹറമല്ല, മറിച്ച് വിവാഹബന്ധം സാധ്യമായ വിവാഹബന്ധം ഹറാമല്ലാത്ത വ്യക്തിയാണ് ഇവർ രണ്ടുപേരും, ഈ മൂത്താപ്പാടെ മോളും
മോനും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ സയൻസിൻ്റെ കണ്ണിൽ ഇൻസെസ്റ്റാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇൻസെസ്റ്റിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയിട്ട് ഇവരുടെ ഇൻസെസ്റ്റിൻ്റെ പരിധി കിടക്കുന്നത് ഒരൊറ്റ കുടുംബത്തിന് ഒരൊറ്റ കൂരയ്ക്കകത്തുള്ള ഒരു വാപ്പാടെയും ഉമ്മാടെയും ഒരു വാപ്പാക്കും ഉമ്മാക്കും ജനിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ഇടയിലാണ്. എന്നിട്ട് ആ സഹോദരൻ്റെ മകളും അതുപോലുള്ള ചില ആൾക്കാരും മാത്രമേ ഇൻസെസ്റ്റ് ആയിട്ട് ഇസ്ലാമിൻ്റെ ഇതിലുള്ളൂ. ഇസ്ലാമിൻ്റെ ഇൻസെസ്റ്റ് വ്യാപ്തി എന്ന് പറഞ്ഞാൽ വളരെ നാരോണ്. അതേസമയം സയൻസിൻ്റെ ഇൻസെസ്റ്റ് വ്യാപ്തി എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡാണ്. അതിൻ്റെ കാരണം അത് കണ്ടിന്യൂ ചെയ്തു പോയാൽ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ മനുഷ്യ വംശത്തിന് ബോട്ടിൽ നെക്ക് പ്രതിഭാസം ഉണ്ടാക്കും. അത് ഗുരുതരമായ ജനിതക വൈകല്യങ്ങൾക്കും ജനിതക രോഗങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് മാക്സിമം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നതാണ് സയൻസിൻ്റെ നിലപാട്. അത് കൃത്യമായി ശാസ്ത്രീയ നിലപാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ജീൻ പൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമുണ്ട്. അതൊക്കെ മറ്റൊരിക്കൽ വിശദീകരിക്കാം. അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ്. ഇതൊന്നും ഇസ്ലാമിന് പ്രശ്നമല്ല. അതേസമയത്ത് ആദിലെ നൂറേയും കല്യാണം കഴിച്ചില്ലേ മുജാഹിദ് വാലിശ്ശേരി ഇനി അങ്ങനെ മനുഷ്യ സമൂഹം ഉണ്ടാവും, എല്ലാം തന്നെ നശിക്കാൻ പോണു, ലോകം തന്നെ നശിക്കാൻ പോണെന്ന് പറയും. ഈ ഇൻസെസ്റ്റ് മാരേജിനൊന്നും മുജാഹിദ് വാലിശ്ശേരിക്കും മിണ്ടാൻ പറ്റില്ല. കാരണം അത് ഈ മുഹമ്മദിൻ്റെ മണ്ടത്തരങ്ങളിൽ എഴുതി വെച്ചേക്കാണ് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം മനസ്സിലായില്ലേ, സ്വന്തം ഒരു കൂരയ്ക്കുള്ളിലുള്ള ഒരു വാപ്പാടെയും ഉമ്മാടെയും കീഴിൽ വരുന്ന മക്കൾ തമ്മിലുള്ള ബന്ധം, ആ മക്കളുടെ മക്കളൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഇസ്ലാമിനെ സംബന്ധിച്ച് ഇൻസെസ്റ്റ് എന്ന പരിധിയിൽ വരുള്ളൂ. എന്നിട്ട് അതും കൊണ്ടാണ് ഈ ചുരുങ്ങിയ ഒരു പരിധിയും കൊണ്ടാണ് ഇവർ ഈ ചോദ്യം ചോദിച്ചു വരുന്നത്. അപ്പം അത് തന്നെ ഇവർക്ക് ഒരു വിഷയമല്ല. ഇവർക്ക് അതിൽ തന്നെ അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ ഉണ്ടാവാനുള്ള കാരണത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ പോണത്. കാരണം ഇതുകൊണ്ടാണല്ലോ ഇവർ ചോദിക്കണത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദ്യം ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ, ഇപ്പോൾ കോവിഡിനെ നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു, മനുഷ്യ സമൂഹം ലോകം മുഴുവൻ സീരിയസ് ആയിട്ട് എടുത്തു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ വ്യാപ്തിയാണ്. അത് സമൂഹത്തിൽ വ്യാപിക്കുന്നതിൻ്റെ തോതും അതുണ്ടാക്കുന്ന പിന്നെ ഡാമേജൊക്കെ കണക്കിലെടുത്തിട്ട് ആണ് ഇതുണ്ടാക്കുന്നത്. പക്ഷെ ഡാമേജ് കൂടുതലാണെങ്കിലും അതിന് വ്യാപ്തി വളരെ കുറവാണെങ്കിൽ നമ്മൾ അത്ര വലിയൊരു ഭീഷണിയായിട്ട് എടുക്കാറില്ല. അതേസമയം ഡാമേജ് താരതമ്യേന കുറവാണെങ്കിലും അതിന് വ്യാപ്തി കൂടുതലാണെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് എടുക്കുകയും ചെയ്യും. കാരണം അത് മനുഷ്യ സമൂഹത്തിന് മൊത്തം ബാധിക്കുകയും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും. അതാണ് കോവിഡിൻ്റെ സമയത്തൊക്കെ ലോകം മുഴുവൻ സംബന്ധിച്ചത്. ഈ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം വന്നത് ലോകം മുഴുവൻ സംഭവിച്ചത് അതിൻ്റെ പേരിലാണ്. അതേസമയം നിപ്പ പോലുള്ള അസുഖങ്ങൾ നോക്കുക, അതിൻ്റെ ഡാമേജ് വളരെ അധികമാണ്. പക്ഷെ വ്യാപ്തി വളരെ കുറഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല. ചില ഏരിയ വൈസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം അതിലും ഇനി ഡാമേജിൻ്റെ തോതും വ്യാപ്തിയുടെ തോതും ഡാമേജിൻ്റെ തോതും വളരെ കുറഞ്ഞിരിക്കണമെങ്കിലോ നമ്മൾക്ക് ഏറെക്കുറെ അവഗണിക്കാവുന്നൊരു കേസാണ്. കൊച്ചു ഒരു ശ്രദ്ധ മാത്രം മതി, അവഗണിക്കാവുന്നൊരു. ഇത് ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ഇസ്ലാമിസ്റ്റുകൾക്ക് ഈ പ്രശ്നമുണ്ട്, ഈ ഇൻസെസ്റ്റിൻ്റെ പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിൽ താല്പര്യമുണ്ട്. ഇസ്ലാമിസ്റ്റുകൾക്ക് അതിൽ താല്പര്യമുണ്ട്. അത് പാരമ്പര്യപരമായ ഒരു വിശ്വസിച്ച് പോരുന്ന കഥകളുടെ കുഴപ്പം കൊണ്ടാണ് അവർക്ക് ആ താല്പര്യം വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ലണ്ടനിലായാലും അമേരിക്കയിലായാലും ഒക്കെ നടത്തുന്ന സംവാദങ്ങളിൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു മുഖ്യ ചോദ്യം ഈ ഇൻസെസ്റ്റ് ചോദ്യമാണ്. ആദ്യം ഹംസ ടർട്ടസിൻ്റെ ചോദ്യം, ലോറൻസ് ക്രോസിനോട് ഹംസ ടർട്ടസിൻ്റെ ചോദ്യം നമുക്കൊന്ന് കേൾക്കാം. Why is incest wrong? Why is incest wrong? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ലോറൻസ് ക്രോസിനോടാണ്. ലോറൻസ് ക്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്. അത് നമുക്കിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എടുക്കണില്ല. ഇനി മുഹമ്മദ് ഹിജാബിൻ്റെ ചോദ്യം ലാർസ് ഗൂളിനോടാണ് ചോദിക്കുന്നത്. അതൊന്ന് ചോദിക്കാം. Some people are now arguing also that we should accept incest between brothers and sisters who willingly participate in that kind of relationship if there are prevention etc. And some people also മുഹമ്മദ് ഹിജാബിൻ്റെ തന്നെ ബെസ്റ്റിയാലിറ്റി, അതായത് മൃഗരതിയെ കുറിച്ചുള്ള ചോദ്യം കേൾക്കാം. ലാർസ് ഗൂളിനോട് തന്നെയാണ്. And some people are also arguing that we should accept or make it illegal to have sexual intercourse with animals, as actually has been practiced in Denmark for years. That it was actually in the news as well that people from Norway, they take sexual vacations to Denmark to have sexual intercourse with animals. ലാർസ് ഗൂൾസ് വളരെ വ്യക്തമായിട്ട് മറുപടി ഉണ്ട്. ഉദാഹരണത്തിന് ഈ മൃഗഭോഗമൊക്കെ ചോദിക്കുന്നിടത്ത് ലാർസ് ഗൂൾ പറയുന്നത് അതിൻ്റെ വ്യാപ്തി എത്രയാണ്, ഇത് സംസാരിക്കുന്നത് വെറും അസംബന്ധമല്ലേ, ഇതിന് എത്ര വ്യാപ്തിയുണ്ട്, എത്ര പേരാണ് ഡെൻമാർക്കിലേക്ക് അതിനുവേണ്ടി വണ്ടി കയറുന്നത്, അതിനെക്കുറിച്ച് വല്ല ഡാറ്റയും നിങ്ങളുടെ കയ്യിലുണ്ടോ, എങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം, ഞാൻ ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അവിടെ പറയുന്നത്. ഹോമോസെക്ഷാലിറ്റി പറയുന്നു, അതിൽ ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ ഇൻസെസ്റ്റിൻ്റെ കാര്യം പറയുന്നു, അതിനും ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ പിന്നെ ബെസ്റ്റിയാലിറ്റി, അതായത് മൃഗഭോഗത്തിലേക്ക് പോകുന്നു. ഇതിനൊക്കെ കൃത്യമായിട്ട് ലാർസ് ഗൂൾ മറുപടി പറയുന്നുണ്ട്. പിന്നെ ഇനി
നമ്മുടെ അംസ ടർട്ടസിൻ്റെ ചോദ്യം കേൾക്കാം. അംസ ടർട്ടസ് വലിയൊരു ഇസ്ലാമിക ദാവ പ്രവർത്തകനാണ്. ആദ്യം ക്രിസ്ത്യാനിയായിരുന്നു, ക്രിസ്തു മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഇതിൽ വന്നതിന് ശേഷം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നു എന്ന് പറയുന്ന പോലെ ലോകം മുഴുവൻ ഈ ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഈ അംസ ടർട്ടസ്. അപ്പോൾ അംസ ടർട്ടസും ഇതിൽ വന്നതിന് ശേഷം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നും ഒരു സംവാദത്തിൽ ഈ ഇൻസെസ്റ്റ് ഒന്നും പൊക്കി വരാറില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്കറിയാം അതെന്താണ്, അത് ചോദിക്കേണ്ടതില്ലാത്തൊരു കാര്യമാണ്. കാരണം മതമുള്ളവനായാലും ഇല്ലാത്തവനായാലും ഇൻസെസ്റ്റിൽ താല്പര്യമില്ലാത്തത് മതഗ്രന്ഥത്തിൻ്റെ സ്വാധീനം മൂലമല്ല, മറിച്ച് ഇൻസെസ്റ്റിൽ താല്പര്യമില്ലാത്തത് അവർക്കിടയിൽ പൊതുവെ രൂപപ്പെട്ടു വരുന്ന ഒരു ലൈംഗികമായ ഒരു മരവിപ്പുണ്ട്. സഹോദരി സഹോദരന്മാർക്കും അതുപോലെ പിതാവ് പുത്രി, മാതാവ് പുത്രൻ എന്നിവർക്കിടയിലൊക്കെ ഒരു ലൈംഗിക മരവിപ്പുണ്ട് സ്വാഭാവികമായിട്ടും. ആ മരവിപ്പ് മൂലമാണ് അത്തരം ബന്ധങ്ങൾ വളരെ വളരെ കുറഞ്ഞ ലോകത്ത് നിൽക്കുന്നത് എന്ന് ബാക്കിയുള്ളവർക്കൊക്കെ അറിയാം. അല്ലാണ്ട് ബൈബിള് കാരണമല്ല എന്നൊരു ക്രിസ്ത്യാനിക്ക് അറിയാം, അല്ലെങ്കിൽ ഈ ഹിന്ദു മതത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ കാരണമല്ല ഇൻസെസ്റ്റ് കുറഞ്ഞിരിക്കണമെന്ന് ഒരു ഹിന്ദുവിന് അറിയാം. പക്ഷെ ഇസ്ലാമിസ്റ്റിന് മാത്രം അത് അറിഞ്ഞൂടാ. ഇസ്ലാമിസ്റ്റിന് അവൻ കരുതുന്നത് ഖുർആൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ് ഇൻസെസ്റ്റ് കുറഞ്ഞേക്കണമെന്നാണ് അവൻ കരുതുന്നത്. അത് എന്തുകൊണ്ട് അവൻ അങ്ങനെ കരുതുന്നു? ഇതാണ് പ്രശ്നം. അവന് ഈ ആകർഷണമുണ്ട്. ഈ ആകർഷണം വന്നത് എവിടെ നിന്നാണ്? ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കഥകളിൽ ഇതുണ്ട്, ഇൻസെസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ആകർഷണം വന്നത്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് അത്തരം അതിൻ്റെ തെളിവുകളാണ് എനിക്ക് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആ തെളിവിലേക്ക് നമുക്ക് പോവാം. ഇത് ഇൻ്റർനാഷണൽ ലെവലിലായാലും നാഷണൽ ലെവലിലായാലും നമ്മളുടെ ലോക്കൽ ലെവലിലായാലും ഈ ഇൻസെസ്റ്റ് ചോദ്യം, അതായത് അമ്മ പെങ്ങൾ ഭോഗം ചോദ്യം എന്നുള്ളത് ഇസ്ലാമിസ്റ്റുകൾക്ക് റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിൽ താല്പര്യമുണ്ട്. അവരിൽ ഭൂരിപക്ഷത്തിനും ഇത്തരം താല്പര്യങ്ങളുണ്ട്. അത് തെളിയിക്കലാണ് ഇനി എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ താല്പര്യം എവിടെ നിന്ന് വന്നു എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. ഒരു കൾച്ചറൽ ജീൻ അവർക്ക് പകർന്നു കിട്ടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ തെളിവുകളിലേക്കാണ് നോക്കേണ്ടത്. ഞാൻ തെളിവില്ലാണ്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ ഞാൻ പറയുന്ന ഒരാളുമല്ല. അപ്പം നമുക്ക് അതിൻ്റെ ഇത് വായിക്കാം. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ താരിഖുൽ ഇസ്ലാം ഉണ്ട്. ഇത് സ്വന്തമായിട്ട് ബൈൻഡ് ചെയ്ത് എനിക്കൊരു സുഹൃത്ത് തന്നതാണ്. അതായത് എൻ്റെ ഒറിജിനൽ പ്രൊജക്റ്റ് അല്ല, പക്ഷെ ഉള്ളടക്കം ഒന്ന് തന്നെയാണ്. നമുക്കിത് അതൊന്ന് വായിക്കും. ഹാബീൽ കേട്ടോ, ആദ്യത്തെ പ്രസവത്തിൻ്റെ കാര്യമാണ്. ആദം നബി ആയും ഹവ്വാബി റായും ഈ ലോകത്ത് താമസമാക്കി 100 സംവത്സരം കഴിഞ്ഞപ്പോൾ, അതായത് അവരിവിടെ താമസമാക്കി പിന്നെ ഒരു 100 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഹവ്വാബി ഗർഭം ധരിച്ചു. ആദ്യ ഗർഭത്തിൽ ഖാബീൽ ഇക്ലീമ എന്നീ 2 കുട്ടികളെ, ഒരാണിനെയും ഒരു പെണ്ണിനെയും, അതായത് ഖാബീലും ഇക്ലീമയും കേട്ടാ ജനിച്ചു ആദ്യ ഗർഭത്തിൽ. രണ്ടാമത്തെ ഗർഭത്തിൽ ഹാബീൽ എന്ന ആൺകുട്ടിയെയും ലുക്കൂദ എന്ന പെൺകുട്ടിയെയും പ്രസവിച്ചു. ആദ്യത് ഖാബീൽ, ഇത് ഹാബീൽ കേട്ടാ, ഒരക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ. രണ്ടാമത്തേൽ കൂടെ ജനിച്ചത് ലുക്കൂദ കേട്ടാ. 2 ഇരട്ടക്കുട്ടികളെ, 2 പ്രസവവും ഇരട്ടക്കുട്ടികളെയാണ്. ഇതിൽ ഇക്ലീമ എന്ന പെൺകുട്ടി അതിസുന്ദരിയും ലുക്കൂദ ഒരു സാമാന്യ സുന്ദരിയുമായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സുന്ദരിയായ ഇക്ലീമയെ ഹാബീലിനും ലുക്കൂദയെ ഖാബീലിനും വിവാഹം കഴിച്ചു കൊടുത്തു. ഖാബീലിന് ഇക്ലീമയെ ഭാര്യയായി കിട്ടാത്തതിൽ പരിതാപവും ക്ഷോഭവും ഉണ്ടായി. അയാൾ ഹാബീലിന്റെ ശത്രുവായി മാറുകയും ഇക്ലീമയുടെ സൗന്ദര്യത്തെ ഹാബീൽ അനുഭവിക്കുന്നത് കണ്ട് പൊറുക്കുവാൻ കഴിയായകയാൽ ഹാബീലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. എത്ര പ്രസവിച്ചെന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് നോക്കാം. റെഫറൻസ് പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണമല്ല. ഒരു വെള്ളിയാഴ്ച ദിവസം അവർ വസ്ത്രമണിഞ്ഞു. ഹവ്വാബി ഗർഭം ധരിച്ചു. 20 ഗർഭത്തിൽ 40 മക്കളെ അവർ പ്രസവിച്ചു. അവരിൽ 20 പേർ ആൺമക്കളും 20 പേർ പെൺമക്കളുമാണ്. ഗർഭത്തിന്റെ എണ്ണത്തെ സംബന്ധിച്ചും മക്കളുടെ എണ്ണത്തെ സംബന്ധിച്ചും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദം നബി യുടെ മകൻ സീത്ത് നബിത്വം വഹിപ്പാനുള്ള ആളായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഒറ്റക്കാണ് പ്രസവിച്ചതെന്നും ഇരട്ട പ്രസവങ്ങൾ 20 നടന്നിട്ടുണ്ടെന്നും അങ്ങനെ 40-ലേറെ മക്കൾ ആദം നബി ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഭാഗം ക്ലിയർ ആയില്ലേ? അപ്പൊ കാബീലിന്റെ പെങ്ങളാണ് ഇക്ലീമ, അവൾ അതിസുന്ദരിയായിരുന്നു. ഹാബീലിന്റെ പെങ്ങളാണ് ലുക്കൂദ, അവൾ സാമാന്യ സുന്ദരിയായിരുന്നുള്ളൂ. അങ്ങനെ 2 പേരും പെങ്ങള. കാരണം ഇരട്ട പ്രസവിച്ചെന്ന് വെച്ചിട്ട് പെങ്ങളല്ലാതാവും. ഇപ്പൊ 2 കുട്ടികളെ ആദ്യം ഇരട്ട പ്രസവിച്ച്, അത് കഴിഞ്ഞ അതേ സ്ത്രീ പിന്നെ 2 കുട്ടികളെ ഇരട്ട പ്രസവിച്ച ഈ 4 പേര് ആങ്ങളെയും പെങ്ങളെയും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇസ്ലാമിക നിദാന ശാസ്ത്ര പ്രകാരം അങ്ങനെ അല്ലാണ്ടാവും. ഒന്ന് കേട്ടിട്ട് വരാം. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹി സ്വലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. വേണമെങ്കിൽ അള്ളാഹ് 2 ആണാക്കാൻ പാടില്ലേ?
രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല, 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എങ്ങനെയുണ്ട്? അതായത് ഇൻസെസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു നടത്തിയ ബുദ്ധിപരവും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു ആ ഇരട്ട പ്രസവങ്ങൾ. അപ്പൊ ഇരട്ട പ്രസവിച്ച് ആദ്യം ഒരാണിനെയും പെണ്ണിനെയും ഇരട്ട പ്രസവിക്കുന്നു, പിന്നെ ഒരാണിനെയും പെണ്ണിനെ ഇരട്ട പ്രസവിക്കുന്നു. അപ്പൊ അവർ ആങ്ങളെയും പെങ്ങളെയും ഒന്നും അല്ലാതെ ആ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ആങ്ങളും പെങ്ങളല്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഭയങ്കര ഐഡിയ ഇല്ലേ നമ്മുടെ അലിയാർ കാസിമിയുടെ അള്ളാഹുവിന്റെ ഐഡിയ? സമ്മതിക്കണം, ഇത്രയും ബുദ്ധി, തലതറച്ച ബുദ്ധിയുടെ അള്ളാഹുവിൻ ഒന്നും പറയണ്ട. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെയാണ് ഇതുണ്ടാക്കിയത്. അപ്പൊ അതിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാബീലിന്റെ കൂടെ പിറന്ന ഇക്ലീമക്കാണ് ഭയങ്കര സൗന്ദര്യമായിരുന്നു. ഓക്കെ. അപ്പൊ അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി എന്ന് പറഞ്ഞ് ഇക്ലീം ഇങ്ങനെ നടക്കും. കാബീൽ ഇങ്ങനെ അത് നോക്കി നിൽക്കും. കാബീൽ ഇത് ചൂണ്ടയിട്ട് ഇങ്ങനെ ഇവളെ ഇങ്ങനെ വളച്ചുകൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു കാബീലിന്റെ ജോലി. ഇക്ലീമ, എൻ്റെ ഇക്ലീമ, അഴകിൻ ശൃംഗാരി, കളിയാടാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട് കാബീൽ ഇങ്ങനെ നടന്ന് കായലരകത്ത് വലയെറിഞ്ഞ് കയ്യിലും കുത്തി ഇങ്ങനെ നടന്നു. പക്ഷെ സംഭവം എന്ത് സംഭവിച്ച്, ഈ കാബീലിന് പിന്നെ ഹാബീലിന്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഹാബീലിന്റെ കൂടെ പ്രസവിച്ച പെങ്ങളെ കിട്ടിയുള്ളൂ, ലുക്കൂതനാണെങ്കിൽ സാമാന്യ സൗന്ദര്യമുള്ളൂ. അപ്പൊ ഇവന് ഇഷ്ടമല്ല. അങ്ങനെ ഈ ലുക്കൂതനെ കാബീലിനും നിശ്ചയിച്ച് ഇക്ലീമ എന്ന അതിസുന്ദരിയായ കാബീലിന്റെ ഒപ്പം ജനിച്ച പെങ്ങളെ മറ്റേ രണ്ടാമത്തെ പ്രസവത്തിലെ ആങ്ങളെ ഹാബീലിനും നിശ്ചയിച്ചു. ഇതോടുകൂടി ഈ കാബീൽ കിടന്ന് ഉടക്കുണ്ടാക്കാൻ തുടങ്ങി. ആ ഉടക്കിനെ കുറിച്ചൊന്ന് നമുക്ക് കേട്ടിട്ട് വന്നു. കാബീലിനൊരു പെങ്ങളുണ്ടായി, ഹാബീലിനും പെങ്ങളുണ്ടായി. കാബീലിന്റെ പെങ്ങൾക്ക് ഭയങ്കര ചൊറുക്കുണ്ടായിരുന്നു. അപ്പോൾ കാബീലിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഹാബീലിന്റെ പെങ്ങളെയും നിശ്ചയിച്ചു. ഹാബീലിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി കാബീലിന്റെ പെങ്ങളെയും നിശ്ചയിച്ചപ്പോൾ കാബീൽ പറഞ്ഞു, അത് പറ്റൂല, എനിക്ക് എന്റെ പെങ്ങളെ തന്നെ കെട്ടണം എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ടായിരുന്നു, സ്വർഗവാസ കാലത്തുണ്ടായ കുട്ടിയായതുകൊണ്ട് ഭയങ്കര ചൊറുക്കായിരുന്നു. എനിക്ക് എൻ്റെ പെങ്ങളെ തന്നെ വേണം. പറ്റൂല, എനിക്ക് ഇക്ലീമിനെ തന്നെ വേണം, എൻ്റെ പെങ്ങളെ തന്നെ എനിക്ക് വേണം, അല്ലാണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് കരച്ചിൽ തുടങ്ങിയപ്പോൾ ആദം വന്ന് പറഞ്ഞിടാൻ അലവലാതി, ഈ 2 പ്രസവത്തിൽ ജനിച്ചതല്ലേ, അത് അള്ളാഹു ഒരു സ്പെഷ്യൽ ടെക്നോളജി നടത്തിയതാണ്. അപ്പൊ നീ മറ്റത് പെങ്ങള് തന്നെയല്ലടാ, പുറത്തെ പെണ്ണൊന്നും അല്ലല്ല, നിന്റെ പെങ്ങളെ തന്നെയല്ലേ, ഇത് മാത്രമല്ല നിനക്ക് പെങ്ങളുള്ളൂ, വേറൊരു പെങ്ങളില്ല, ആ പെങ്ങളെ കെട്ടിക്കൂടെ? അപ്പൊ ഒന്ന് ചെറിയൊരു ക്രോസ് മാച്ച് ചെയ്യുമ്പോ ചെറിയൊരു ചേഞ്ച് വരൂലേ, ഒരു പുതുമയൊക്കെ വേണ്ടടാ, നീ എന്താണ്ടത്, എന്ത് വാശി എൻ്റെ ചെക്കാന്നൊക്കെ പറഞ്ഞ് ആദം പറഞ്ഞപ്പോ ഇതിൽ പറ്റൂല, എനിക്ക് എൻ്റെ പെങ്ങളെ തന്നെ വേണം കെട്ടണം എന്നും പറഞ്ഞ് കാബീൽ കിടന്ന് കരച്ചിൽ തുടങ്ങി. പക്ഷെ പിന്നെ കാബീൽ കിടന്ന് ആകെ ലഹള, അടിപിടി, ബഹളം, കൊടയിലൊക്കെ ഉണ്ടാക്കി നോക്കി. ആദത്തിനെ ചീത്ത പറഞ്ഞു, താൻ എവിടത്തെ ആദമുണ്ടോ, താൻ എന്ത് നബിയുണ്ടോ, താൻ എവിടെ നിന്ന് വന്നിടോ, അയ്യോ കിലീമനെ തന്നെയാണ്, അയ്യോ ഇയാളെന്ത് മോശകോടനാണ്, എനിക്ക് കിലീമനെ തരില്ല എന്നൊക്കെ പറഞ്ഞ് ആ തള്ള എവിടെ, ഈ ഹവ്വ എന്നും പറഞ്ഞിട്ട് തള്ളച്ചി ഇടുവാ വീണ്ടും പറഞ്ഞു. അപ്പൊ തള്ളയും പറഞ്ഞ്, എടാ നീ ഇങ്ങനെ ചെയ്യ്, വാപ്പ പറയണ കേക്ക്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളൊക്കെ ഒരു തള്ളയാണോ തള്ളച്ചിത്, നിങ്ങളിലൊന്നും അവ്വാന്നല്ല കൊവ്വാന്നുള്ള വിളിക്കേണ്ടത്, ഇയാളെ ആദം എന്നല്ല കോതം എന്നാണ് വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ ആകെ ചെക്കപ്പൊക്കെ ഉണ്ടാക്കി. പിന്നെ അവനോട് ചോദിച്ച്, തള്ളേ നിങ്ങൾക്ക് ഇയാൾക്ക് ആപ്പിള് പറിച്ചു കൊടുക്കണ നേരം കൊണ്ട് വല്ല ഒതളങ്ങ പറിച്ചു കൊടുത്ത് കൊന്നൂടെ ആയിരുന്നു, അല്ലെങ്കിൽ എന്നാ ഈ ദുരിതമൊന്നും എനിക്ക് വരില്ലായിരുന്നു, ഇപ്പൊ ഞാൻ ആകെ കഷ്ടത്തിലായി, ബഹളായി. പക്ഷെ എന്ത് കാര്യം, ഒരു രക്ഷയില്ല, അള്ളാഹോടെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഇന്നാളെ കെട്ടിയാൽ മതി. അങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റോണം കെട്ടി ലുക്കൂതനെ ഹാബീൽ കെട്ടേണ്ടി വന്ന്, ഇക്ലീമനെ ഹാബീലിനും കിട്ടി. അപ്പൊ ഇവന് വൈരാഗ്യമായി, ഇവൻ സൈക്കോ ആയിട്ട് മാറി. നമ്മളുടെ കഥയിലെ എന്നെ ക്യാമറക്ക് മുമ്പിൽ എത്തിച്ച കഥയിലെ കാമുകി പിണങ്ങിയിട്ട് പോടാ എന്ന് പറഞ്ഞിട്ടുണ്ട് പോയപ്പോ സൈക്കോ ആയി മാറിയ സുഡാപ്പിയുടെ കൂട്ട് തന്നെ. ഹാബീൽ എന്ന് പറഞ്ഞ സുഡാപ്പി സൈക്കോ ആയിട്ട് അങ്ങോട്ട് മാറി. എന്നിട്ട് പിന്നെ തക്കം കിട്ടി ഇങ്ങനെ നോക്കി നടന്ന് കിട്ടിയപ്പോൾ ഹാബീലിനെ തട്ടുകയും ചെയ്തു. കാരണം ഈ ഇക്ലീമയുടെ സൗന്ദര്യം ആസ്വദിക്കുകയല്ലേ അവൻ. അപ്പൊ അത് ഇവന് സഹിച്ചില്ല. അതാണ് സൈക്കോസിന്റെ ഒരു കുഴപ്പം. പ്രണയ നൈരാശ്യത്തിൽ സൈക്കോസിസ് വന്നു കഴിഞ്ഞാൽ ധൈര്യമുള്ളവർ ഇങ്ങനെ കൊല്ലും. ചിലപ്പോൾ പ്രേമിക്കുന്ന പെണ്ണിനെ തന്നെ പോയി കുത്തും, പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അങ്ങനെ കേരളത്തിൽ പല സംഭവം നടന്നിട്ടുണ്ട്. ഈ ധൈര്യം ഇല്ലാത്തവരാണ് ഈ വന്നുങ്ങാണ്ട് ആരെങ്കിലുമൊക്കെ മെക്കെട്ട് കയറിയിട്ട് ആരെങ്കിലുമൊക്കെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അവർക്കെതിരെ പരമാവധി ദ്രോഹം ചെയ്ത്
എന്തോ വിജയഭാവത്തിലൊക്കെ നടക്കാൻ ശ്രമിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ അതിന് ചില തിരിച്ചടികൾ ഉണ്ടാവും. ആ തിരിച്ചടിയാണ് ഇപ്പം ഞാൻ ഈ ക്യാമറയുടെ മുമ്പിലെത്തിയത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, എനിക്ക് ഇനി കൂടുതൽ പോണില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഈ എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായില്ലേ? ഈ സുഡാപ്പികൾക്ക് ഈ ഇൻസെസ്റ്റ് പ്രവണത എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? കാരണം ആദ്യത്തെ സുഡാപ്പിയായിരുന്നു ആദം, സുഡാപ്പിണിയായിരുന്നു ഹൗവ. അവർക്കുണ്ടായ മക്കളിൽ 4 സുഡാപ്പികൾ ഉണ്ടായതിൽ ഈ അങ്ങോട്ട് മാറ്റി കെട്ടിയപ്പോൾ ഒരു സുഡാപ്പിക്ക് സ്വന്തം പെങ്ങളെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഒച്ചയമ്പളം ഉണ്ടാക്കി. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇവർക്ക് ഈ ഇൻസെസ്റ്റ് ഇതുണ്ട്. അങ്ങനെ ഈ ഇൻസെസ്റ്റ് വഴിയാണ് അള്ളാഹുവിൻ്റെ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഈ കാണുന്ന ലോക ജനത മുഴുവൻ ഉണ്ടാക്കിയത് ഇൻസെസ്റ്റ് വഴിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇൻസെസ്റ്റിനോട് ഇവർക്ക് താല്പര്യം കൂടുതൽ. സ്വാഭാവികമായിട്ട് ഒരു കൾച്ചറൽ ജീൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇൻസെസ്റ്റിനോട് ഇവർക്ക് താല്പര്യം വരില്ലേ? ആ താല്പര്യമാണ് ഇന്ന് ഈ അബ്ദുള്ള ബാസിലും തുടങ്ങി മുഹമ്മദ് ഹിജാബും ഹംസ ടർട്ടസും എം അക്ബറും ഒക്കെ ഈ മിണ്ടുമ്പോൾ ഇൻസെസ്റ്റ് ചെയ്താലെന്താ, യുക്തിവാദിക്ക് ഇൻസെസ്റ്റ് ചെയ്താലെന്താ, യുക്തിവാദിക്ക് ഇൻസെസ്റ്റ് ചെയ്താലെന്താ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. കാരണം നമുക്കറിയാം, സാധാരണക്കാർക്കറിയാം, യുക്തിവാദി ആയാലും ഭക്തിവാദി ആയാലും മനുഷ്യന് ഈ ഇൻസെസ്റ്റ് പ്രവണത വളരെ കുറവാണ് എന്നുള്ള കാര്യം അറിയാം. അപ്പം അത് ഒരു ചോദ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവർക്കിത് അറിയാൻ മനസ്സിലാവണില്ല. അപ്പം മനസ്സിലാവാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവരത് ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഞാൻ നേരത്തെ ബസ്സിൽ വെച്ചിട്ട് തൊടയമ കൈവെക്കണ ചില ഗെയ്സിനെ കുറിച്ച് പറഞ്ഞില്ല, അതുപോലെ തന്നെ അതേ കണ്ടീഷനാണ് ഈ അബ്ദുള്ള ബാസിലൊക്കെ ഉള്ളത്. കാരണം അവർക്കുണ്ട്, ആ താല്പര്യമുണ്ട്. എങ്ങാനും ഖുറാനില്ലെങ്കിൽ അവരുടെ പെങ്ങളോ അതുപോലുള്ളവരൊക്കെ ഡേഞ്ചറസിലാവും. കാരണം ഇവരുടെ കയ്യിൽ ഇപ്പതാണല്ല, ഖുറാൻ വിലക്കേക്കണ കാരണം കൊണ്ടാണ് ഇവരത് ചെയ്യാത്തത്, ഇൻസെസ്റ്റ് ചെയ്യാത്തത്. മദ്രസ കുട്ടികളെ പീഡിപ്പിക്കാൻ ഖുറാൻ വിലക്കിയിട്ടില്ലാത്തത് കൊണ്ട് പ്രത്യേകം അതിൽ വരികളൊന്നുമില്ല ഖുറാനിൽ അത് സംബന്ധിച്ച്. മദ്രസ കുട്ടികളെ സംബന്ധിച്ചോ അവരെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ചോ ഒരു വരിയില്ലാത്തതിൻ്റെ പേരിൽ ഉസ്താദന്മാർ വരിയായി മദ്രസ കുട്ടികളെ പീഡിപ്പിക്കുന്നു, ജയിലിൽ പോകുന്നു. അപ്പോൾ അത് ഇവർക്ക് അനുവദിച്ചുകൊണ്ടല്ലേ. അപ്പോൾ ഇവർ ഈ ഇൻസെസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഖുറാനിൽ അത് പറഞ്ഞിട്ടുള്ളതിൻ്റെ പേരിൽ. ഖുറാനിൽ അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ആകെ ജഗബൊക്കെയൊക്കെയാണ്. മറ്റുള്ളവർ എപ്പോഴും ചെയ്യൂല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ താല്പര്യമില്ല. പക്ഷെ ഇവർക്കത് മനസ്സിലാവണില്ല. ഇവർക്ക് ഇങ്ങനെ ഒരു താല്പര്യമുള്ളതിൻ്റെ പേരിലാണ് നമ്മളിത് പറഞ്ഞിട്ടും ഇവർക്കത് മനസ്സിലാവാത്തതും വീണ്ടും ചോദിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചോദ്യോത്തരങ്ങൾ കണ്ട് ഇവരുടെയൊക്കെ ആ ഇതും മനസ്സിലായി. ഇനി ഇവർക്ക് സ്വന്തം മകളെ കെട്ടാൻ കേട്ടോ, അതിനുള്ള അനുവാദം ഞാൻ കാണിച്ചു തരാം. അതിനൊരു എക്സംഷൻ ഉണ്ട്. ഇത് ഫത്തവുൽ മുഈനാണ്, ഫത്തവുൽ മുഈൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, പലരും ഇതിനകം കണ്ടു കാണും. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരു ഫിഖ് ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ, അതായത് കർമ്മശാസ്ത്ര ഗ്രന്ഥം, അതിൽ വിവാഹം നിഷിദ്ധമായവർ എന്ന ഒരിതുണ്ട്. അത് ഞാൻ ഡിസ്പ്ലേയിൽ ഇടാം. വിവാഹം നിഷിദ്ധമായവർ, അതിൽ വധൂവരന്മാർക്കിടയിൽ വംശം, മുലകുടി ബന്ധം, വിവാഹബന്ധം എന്നിവയാൽ വിവാഹ നിഷിദ്ധത ഇല്ലാത്തവൾ ആയിരിക്കൽ വധുവിൻ്റെ നിബന്ധനയാണ് കേട്ടോ, ആ വധുവിൻ്റെ നിബന്ധന. അതിനാൽ പിതൃ സഹോദരന്മാരുടെയും മാതൃ സഹോദരന്മാരുടെയും മക്കളിൽ ഉൾപ്പെടാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ട വനിതകളെ വിവാഹം കഴിക്കാൻ പാടില്ല. അതായത് പിതൃ സഹോദരന്മാരെയും മാതൃ സഹോദരന്മാരെയൊക്കെ അവരുടെയൊക്കെ മക്കളെ വിവാഹം കഴിക്കുക. അതായത് വല്യച്ഛൻ്റെയും ഇളയച്ഛൻ്റെയും മക്കളെയും വല്യമ്മയുടെയും ഇളയമ്മയുടെയും മക്കളൊക്കെ വിവാഹം കഴിക്കാം. പിതൃ സഹോദരന്മാരുടെയും മാതൃ സഹോദരന്മാരുടെയും മക്കളിൽ ഉൾപ്പെടാത്ത അടുത്ത കുടുംബത്തിൽപ്പെട്ട വനിതകളെ വിവാഹം കഴിക്കാൻ പാടില്ല. മാതാക്കൾ, മാതാമഹികൾ, പിതാമഹികൾ എന്നിവർ നിഷിദ്ധരാണ്. അപ്പം നിഷിദ്ധരായ ചുരുക്കമാണ് പറയുന്നത്. മാതാക്കൾ, സ്വന്തം അമ്മ, മാതാമഹികൾ, അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ, പിതാമഹികൾ എന്നിവർ നിഷിദ്ധരാണ്. പുത്രിമാരും പൗത്രിമാരും നിഷിദ്ധ. അത് പുത്രിമാരും പൗത്രിമാരും, പുത്രിമാരൊക്കെ നിഷിദ്ധം തന്നെ. അവിഹിത ബന്ധത്തിൽ തനിക്ക് ജനിച്ചവൾ ഇതിൽ പെടില്ല. മനസ്സിലായില്ലേ? അതായത് ഒരാൾക്ക് അവിഹിത ബന്ധത്തിൽ, അതായത് വിവാഹം കഴിക്കാതെ ഒരു ബന്ധത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ ഈ വാപ്പാക്ക് വിവാഹം കഴിക്കാം. ഇസ്ലാമിക നിയമപ്രകാരം വിവാഹം കഴിക്കാം. ഇത് ഷാഫി ഇമാമും നവവിയും ഒക്കെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക ഫിഖ് ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ടുള്ളതാണ്. അപ്പം മകളെ കെട്ടാനുള്ള ഇതായില്ലേ. എന്നിട്ട് ഇവർ വന്നിട്ടാണ് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നത്, യുക്തിവാദിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. യുക്തിവാദികൾ എന്താണ് പറയുക? ഒരു കാരണവശാലും അവരെ കെട്ടരുന്നുണ്ട്. അത് സ്വന്തം മകളാണ്. ഏത് താല്പര്യം മനസ്സിലുണ്ടായാലും സ്വന്തം മകളാണ്. ഇവരുടെ ഫിഖ് ഗ്രന്ഥം പറയുന്നത് അത് അനുവദനീയമാണെന്ന്. അത് ഇനി മുസ്ലിയാർ പറയണത് ഒന്നും കൂടി കേട്ടോ. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്.
കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാല മഹറമല്ല. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സ്വന്തം മകളെ കല്യാണം കഴിക്കാനുള്ള അനുമതി, അതായത് അവളെ ഈ വാപ്പകൽ അവൾ മഹറമത്തല്ല, അവളെ തൊടുന്നതോ അവളെ അടുത്തിടപഴകുന്നതോ ഹറാമാണ്. കാരണം അവളെ ഇയാൾക്ക് കല്യാണം കഴിക്കാൻ ഇതുണ്ട്. അവൾ മഹറമത്തല്ല. മഹറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നിഷിദ്ധമായ ആളുകളെയാണ് മഹറം എന്ന് പറയുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ പണ്ടുണ്ടായ നിയമം, അതായത് ഒരു പെണ്ണിന് പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ മഹറം ആയ ഒരു പുരുഷൻ കൂടെ വേണം. അല്ലാണ്ട് വിവാഹം അനുവദനീയമായ, ഇപ്പോൾ ഉദാഹരണത്തിന് എളാപ്പാടെ മകന് ഈ പെങ്ങളുടെ കൂടെ പോകാൻ പാടില്ല. കാരണം അത് വിവാഹം അനുവദനീയമായ ആളാണ് എളാപ്പാടെ മകൻ അല്ലെങ്കിൽ മൂത്താപ്പാടെ മകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അവർക്ക് പോകാൻ പാടില്ല. അവർ വിവാഹം നിഷിദ്ധമായവരല്ല, വിവാഹം അനുവദനീയമായവരാണ്. അതേസമയം സ്വന്തം ആങ്ങളെയോ വാപ്പയോ അതുപോലുള്ളവരൊക്കെ ആയിരിക്കണം ഈ കൂടെ പോകേണ്ടത്. ഇതാണ്. അല്ലെങ്കിൽ ഉപ്പുപ്പയോ അങ്ങനെയൊക്കെ വേണം കൂടെ പോകാൻ. അതാണ് മഹറം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ? മകളെ കെട്ടാനുള്ള അനുമതിയുണ്ട്. ഇനി സ്വന്തം പെങ്ങളെ ആയിട്ട് ബന്ധപ്പെടാൻ അതുകൊണ്ട് അത് നമുക്ക് അടുത്തത് ഉംദ. ഇത് മറ്റൊരു ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. പ്രശസ്തമായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ, ഫത്വൽ മുഈനായാലും ഉംദയായാലും. അപ്പൊ ഈ ഉംദയിൽ നമുക്ക് നോക്കാം, 367 പേജ്. മൃഗത്തെ പിടിച്ച് സംയോഗം ചെയ്ത വിദ്വാന് ഭരണാധിപൻ യുക്തമായ ശിക്ഷ നൽകണം. മയ്യത്തിനെ ഭോഗിച്ച ദുഷ്ടനും സ്ത്രീയെ പ്രകൃതി വിരുദ്ധ മൈഥുനം ചെയ്തവനും രണ്ടാൾക്കു പങ്കായ വെള്ളാട്ടിയെ കൂറുകാരൻ ഭോഗിച്ചാലും താൻ വെള്ളാട്ടിയാക്കി വെച്ച സ്വസഹോദരിയെ ഭോഗിച്ചാലും ഭാര്യയെ ഹൈലിൽ ഭോഗിച്ചാലും അവളെ ഗുദമൈഥുനം ചെയ്താലും കരമൈഥുനക്കളി നടത്തിയാലും സ്ത്രീകൾ തമ്മിൽ സ്വവർഗ സംഭോഗം നടത്തിയാലും ഇവർക്കൊക്കെ യുക്തമായ ശിക്ഷ ഭരണാധിപൻ നൽകണം. ഹദ്ദ് നിർബന്ധമില്ല. ഹദ്ദ് നിർബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു. കാരണം അവർക്ക് ശിക്ഷയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് യുക്തമായ ശിക്ഷ ഭരണാധിപൻ നൽകണം. അതായത് വല്ല താക്കീതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പിഴയോ അങ്ങനെയുള്ള കൊടുക്കണം എന്നാണ് ഈ പറയണത്. ഹദ്ദ് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഹദ്ദാണ് ഇസ്ലാമിലെ ശിക്ഷ എന്ന് പറയുന്നത്. ആ ഹദ്ദ് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു പെങ്ങളുണ്ടെന്ന് നോക്കാം, ഈ അടിമയാക്കി പിടിച്ചൊരു പെങ്ങളുണ്ടെന്ന് നോക്കാം. അതെങ്ങനെ വരും എന്ന് ചോദ്യം വരും. അത് ഞാൻ വിശദീകരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ മതം മാറി, നിങ്ങളിലൊരാൾ മുസ്ലിമായിട്ട് മതം മാറി, പക്ഷെ മറ്റേ ഈ പെങ്ങളും ഫാമിലിയൊന്നും മതം മാറിയില്ല. എന്നിട്ട് പിന്നീട് ഒരിക്കൽ ഒരു സംഘം വന്നിങ്ങാണ്ട് ഇവരോട് മതം മാറാൻ വന്നിട്ട് ഇവർ കൂട്ടാക്കിയില്ല. പിന്നെ യുദ്ധം നടക്കുമല്ല, അത് ഞാൻ മുമ്പ് ജിഹാദിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പിന്നെ ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഈ പെങ്ങളെ ഉൾപ്പെടെ പിടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ യുദ്ധ തടവുകാരാണ്. ആ പെങ്ങളെ പിന്നെ ഇവന് അടിമയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പെങ്ങള് തന്നെ അവന്റെ അടിമ. ആ പെങ്ങള് സുന്ദരിയായിരിക്കും. അപ്പൊ ആ പെങ്ങള് തന്നെ ഇവന്റെ അടിമയായിട്ട് വരികയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സുഡാപ്പികൾക്ക് ഈ ഇൻസെസ്റ്റ് താല്പര്യമുള്ളവരാണ്. അപ്പൊ അവർക്ക് സുന്ദരിയായ ഒരു പെങ്ങളെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഈ പെങ്ങളെ അവര് ലൈംഗികമായിട്ട് ഉപയോഗിക്കും. അതിന് ശിക്ഷയില്ല. പിന്നെ യുക്തമായ ശിക്ഷ കൊടുക്കണം എന്ന് എഴുതിയേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്ക് ഇങ്ങനെയാണല്ല, ഇത് ശരിയായ ഒരു പരിപാടി അല്ലല്ല, അതുകൊണ്ട് കൊടുക്കണം എന്നാണ് എഴുതിയേക്കണം. അല്ലാണ്ട് അത് ഇസ്ലാമിൽ ശിക്ഷയുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഇസ്ലാമിൽ ശിക്ഷയില്ല, ഹദ്ദില്ല എന്ന് പറഞ്ഞാൽ ശിക്ഷയില്ല. അപ്പൊ കൃത്യമില്ലേ? ഇനി അത് നമുക്ക് മുസ്ലിയാരെ കൊണ്ടൊന്ന് പറയിപ്പിച്ചാലോ? മുസ്ലിയാർ പറയട്ടെ. തന്റെ ഉടമയിലുള്ള ഒരു അടിമസ്ത്രീയെ ഒരാള് വത്ത് ചെയ്തു, അതിന് ഹദ്ദ് ഉണ്ടാവില്ല. എങ്ങനത്തെ അടിമസ്ത്രീ? ഹറുമത്ത് അലൈഹി. ഈ അടിമസ്ത്രീ അവന് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കൽ ഹറാമായവളാണ്. എന്തുകൊണ്ട്? ബിനഹ്വി മഹറമിയത്തിൻ, ഇവന്റെ മഹറമത്ത, ഇവന്റെ പെങ്ങളാണ് ഒട്ടിക്കോളി, അല്ലെങ്കിൽ ഇവന്റെ ജ്യേഷ്ഠന്റെ മകളാണ്, അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളെ മകളാണ് പോലെയുള്ള മഹറമത്ത ഇവന്റെ ഉടമയിലാണ്. താനും അസലും പറവല്ലേ എത്തക്കാവുള്ളൂ, അസലും പറവല്ലല്ലോ. അങ്ങനെ വന്ന് പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ ഹറാമാണ്, തന്റെ ഉടമയിലുള്ള അടിമയാണ്. അപ്പൊ ഉടമ എന്ന് പറയുന്ന ശുഭത്ത് വെച്ചിട്ട് ഇവളുമായി വത്ത് ചെയ്താൽ സംഗതി തെറ്റാണ്, ഹറാമാണ്. പക്ഷേ ഹദ്ദടിക്കൂല, കാരണം മിൽക്കിന്റെ ശുഭത്തുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? അതായത് സ്വന്തം പെങ്ങളാണെങ്കിലും ഇനി സ്വന്തം ജ്യേഷ്ഠന്റെ മോളായിരിക്കാം, അതുപോലെ വിവാഹം നിഷിദ്ധമായ ആരായാലും അവരെ ഉടമസ്ഥതയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭോഗിക്കാം. അത് ആങ്ങളെയാണെങ്കിലും ഭോഗിക്കാം. അവിടെ ഉടമസ്ഥാവകാശത്തിലൂടെ അയാൾക്ക് അതിനുള്ള അധികാരം കൈവന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക ഭരണാധികാരിക്ക് ഹദ്ദ്, അതായത് ഇസ്ലാമിക ശരീരത്തിലെ ശിക്ഷയാണ് ഹദ്ദ് എന്ന് പറയുന്നത്. ആ ഹദ്ദ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം മദ്യപാനിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്ര അടി അടിക്കണം എന്നാണ്
അത് ഹദ്ദാണ്. അതിന് ഹദ്ദടി എന്ന് പറയും. അവിവാഹിതർ വ്യഭിചരിച്ചാൽ അവർക്ക് അടിയാണ് ശിക്ഷ, അത് ഹദ്ദാണ്. അതൊക്കെ ഇസ്ലാമിക ശരീരത്തിലെ ശിക്ഷയാണ്. എന്നാൽ സ്വന്തം പെങ്ങളെ ഉടമസ്ഥതയിൽ വന്നു കഴിഞ്ഞാൽ അവളെ ഭോഗിച്ചാൽ അവിടെ ഹദ്ദില്ല. പിന്നെ യുക്തമായ ശിക്ഷ കൊടുക്കണമെന്ന് ഇവർ കയ്യിൽ നിന്നിട്ടേക്കുന്നതാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇപ്പം ഈ മുസ്ലിയാർ പറഞ്ഞപ്പോഴും കൂടുതൽ വ്യക്തത വന്നില്ലേ? അല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയണതല്ല. അപ്പം ഇതിലുണ്ട്. ഇത് തന്നെയാണ് ഈ ബെസ്റ്റിയാലിറ്റിയുടെയും വിധി. അതായത് മൃഗഭോഗത്തിനും ഹദ്ദില്ല, ശവഭോഗത്തിന് ഹദ്ദില്ല. ഇവര് നമ്മളോട് വന്ന് കൂടെ കൂടെ അബ്ദുള്ള ബാസിലൊക്കെ ലോകം മുഴുവൻ നടന്ന് ചോദിക്കണാണ് മൃഗഭോഗം ശവഭോഗം ഒക്കെ നടത്തുന്നു എന്ന് കേട്ടല്ലോ. ഇവന്റെ ഹഷ്മയെയോ ഹഷ്മയുടെ കതിറിനെയോ പ്രവേശിപ്പിക്കൽ കൊണ്ടിട്ടും എന്തില്ല, ഹദ്ദില്ല. എവിടെ ഫീ ഫർജി ബഹീമത്തിൻ, ഒരു മൃഗത്തിന്റെ ഫർജിലാണ് ഇലാജ് ചെയ്തത്. അത് ഹറാമാണ്, തഅ്സീർ ഉണ്ടാവും, പക്ഷേ അതിന് ഹദ്ദില്ല. ഔ മയ്യത്തിൻ, നേരത്തെ പറഞ്ഞ ജീവനുള്ള മനുഷ്യന്റെ, ജീവനില്ലാത്ത ഒരു മരിച്ച മയ്യത്തിന്റെ ഫർജിലാണ് ഇലാജ് ചെയ്തത്, അവിടെയും തഅ്സീറില്ല. കാരണം എന്തുകൊണ്ട്? അതൊന്നും സാധാരണഗതിയിൽ മുസ്തഹാത്ത് അല്ല. അതൊരു വ്യഭിചാരം എന്ന നിയമപരമായിട്ട് അതിന് പേരില്ല. അതുകൊണ്ട് തഅ്സീർ ഉണ്ടാവുള്ളൂ, ഹദ്ദ് ഉണ്ടാവുന്നതല്ല. ഈ മൃഗഭോഗത്തിനും ശവഭോഗത്തിനും ഹദ്ദില്ല. ഒരു മയ്യത്തിനെ ഒരു വ്യക്തി ഭോഗിച്ചാൽ അതിന് ഹദ്ദില്ല. അത് സിനയിൽ പെടില്ല. സിനായിൽ പെടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അത് മരിച്ച വ്യക്തിയായിട്ടുള്ള ലൈംഗിക ബന്ധം സിനായിൽ പെടില്ല. അതുപോലെ തന്നെ മൃഗവുമായിട്ടുള്ള ലൈംഗിക ബന്ധം സിനായിൽ പെടില്ല, അതിന് ഹദ്ദില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ ഇവർക്ക് പറ്റും. ഇതൊക്കെ ഒരു മുസ്ലിം, അതായത് 5 നേരം നിസ്കരിക്കുന്ന, മറ്റ് എല്ലാ ഇസ്ലാമിക കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന, മുഹമ്മദ് ഉണ്ടാക്കിയ ഉണ്ടംപൊരിയിലും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ ചെറിയ തെറ്റാണ്. ഇങ്ങനെ ഉടമസ്ഥയിലുള്ള സഹോദരനെ ഭോഗിക്കുന്നതും അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ ജനിച്ച സ്വന്തം മകളെ ഭോഗിക്കുന്നതും വ്യഭിചാരമൊക്കെ ഇസ്ലാമിൻ്റെ ഇതിൽ ചെറിയ തെറ്റാണ്. അതിനൊക്കെ വലിയ തെറ്റ് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറയുന്നതും ശിർക്ക് ചെയ്യുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും ക്രിസ്ത്യൻ പള്ളിയിലും യഹൂദ സിനഗോഗുകളിലും പോയി പ്രാർത്ഥിക്കുന്നതും ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ. അതുകൊണ്ട് അവർ തന്നെ പറയുന്നത് മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ കുറ്റമാണ്, ഈ ഏറ്റവും വലിയ ക്യാപിറ്റൽ സിൻ എന്ന് പറയുന്നത് ഈ ശിർക്കാണ്, അല്ലെങ്കിൽ കുഫറാണ്. തിന്മകൾ പല ടൈപ്പ് ഉണ്ട് ഇസ്ലാമിൽ. അതിൽ ക്യാപിറ്റൽ തിന്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മ എന്ന് പറയുന്നത് ശിർക്കാണ്. ആത്യന്തികമായ തിന്മ, അതാണ് കേവല തിന്മ. അതിനപ്പുറം വേറൊരു തിന്മയില്ല. ആ തിന്മ ചെയ്തിട്ട് പശ്ചാത്തപിക്കാൻ ഇടകിട്ടാതെ മരിച്ചു പോയവർ നിത്യനരകത്തിലാണ്. പിന്നെ അവിടെ വേറൊന്നും സംശയിക്കാനില്ല. അതായത് ശിർക്കോ കുഫറോ ചെയ്തിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പശ്ചാത്തപിക്കാൻ സമയം കിട്ടാതെ മരിച്ചു പോയവർ തീർന്നു. അതേസമയം ഇൻസെസ്റ്റ് ചെയ്തിട്ടോ മൃഗരതി ചെയ്തിട്ടോ ബെസ്റ്റിയാലിറ്റി ചെയ്തിട്ടോ അല്ലെങ്കിൽ ശവരതി ചെയ്തിട്ടോ നെക്രോഫീലിയ ചെയ്തിട്ടോ ഇതൊക്കെ മരിച്ചു പോയാൽ ഒരു പ്രശ്നവും ഇല്ല. കാരണം മറ്റേ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ശിർക്കോ കുഫറോ ചെയ്തിട്ടില്ലെങ്കിൽ അവന് സിമ്പിളായിട്ട് മാപ്പ് കിട്ടാവുന്നതുള്ളൂ. ഓലു എടുക്കുമ്പോൾ തന്നെ കുറേ പാപങ്ങൾ പോകും. ഇതേ ഹദീസിലുണ്ട്. ഞാൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വായിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്രസക്തമായതുകൊണ്ട്. നിസ്കരിക്കുമ്പോഴോ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പോകും. പിന്നെ എന്താ ഇവിടെ പ്രശ്നം? ഇതാണ് ചോദ്യം. അപ്പം ഞാനത് ഏതായാലും വായിച്ച് കേൾപ്പിച്ച് മുന്നോട്ട് പോകാം. അപ്പം ഇത് സത്യവിശ്വാസത്തിൻ്റെ തത്വശാസ്ത്രം, അതായത് ഷറഹുൽ അക്കായിദയുടെ പരിഭാഷയാണ്. ഒരു ഇൻ്റർനാഷണൽ ഗ്രന്ഥമാണ്, സുന്നി ഗ്രന്ഥമാണ്, അതിൻ്റെ പരിഭാഷയാണ്. അതിൽ ശിർക്കും കുഫറും പാപവും കുഫറും എന്നുകൊണ്ട് ഒരു ടൈറ്റിലുണ്ട്. അതിന് കീഴേ എഴുതിയേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പേജ് 156. കിഫായയുടെ രചയിതാവ് പറയുന്നു, സത്യം പറഞ്ഞാൽ ചെറുദോഷമെന്നും വൻദോഷമെന്നുമൊക്കെ പറയുന്നത് ആപേക്ഷിക നാമങ്ങളാണ്. ഒരു പാപം തന്നെ അതിൽ താഴെയുള്ളതിനെ അപേക്ഷിച്ച് വൻദോഷമാണെന്ന് പറയാം. അതോടൊപ്പം തന്നെ അതിനു മീതെയുള്ളതിനെ അപേക്ഷിച്ചു അതുതന്നെ ചെറുദോഷമാണ്. നിരുപാധികം മഹാപാപം എന്ന് പറഞ്ഞാൽ, നോട്ട് ദ പോയിന്റ്, നിരുപാധികം മഹാപാപം എന്ന് പറഞ്ഞാൽ അത് സത്യനിഷേധമാണ്, അതായത് കുഫർ. കാരണം അതിലും വലുതുമായി ചേർത്ത് നോക്കാനില്ല. അൾട്ടിമേറ്റാണത്. പ്രകാശത്തിൻ്റെ പ്രവേഗം പോലെ തന്നെ ഏറ്റവും വലുതാണത്. അതുമാത്രമാണ് സ്വസത്ത കൊണ്ട് തന്നെ മഹാപാപമായിരിക്കുന്നത്. മറ്റേതൊക്കെ ആപേക്ഷികമായി മാത്രം ചെറുതും വലുതുമാകുന്നു. ആകയാൽ സത്യനിഷേധമല്ലാത്ത മഹാപാപം ചെയ്താൽ അയാൾ ഈമാനിൽ നിന്ന് പുറത്തായിക്കൊള്ളണമെന്നില്ല. കാരണം അയാളുടെ ഉള്ളിൽ വിശ്വാസം അപ്പോഴും ശേഷിക്കുന്നു. അതാണല്ലോ ഈമാൻ്റെ കാതൽ. എങ്ങനെയുണ്ട്? അതായത് മുസ്ലിമായി നിന്നുകൊണ്ട് ഈ ഇൻസെസ്റ്റ് ചെയ്തതുകൊണ്ടോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. എത്ര വലിയ പാപം ചെയ്തുകൊണ്ടും പ്രശ്നമൊന്നുമില്ല. ശിർക്കും കുഫറും ഉണ്ടാവാതിരുന്നാൽ മതി. വളരെ വ്യക്തമായിട്ട് ഷറഹുൽ അക്കായിദ വായിച്ചിട്ട് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ,
അപ്പോൾ പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഇൻസെസ്റ്റ് ചോദ്യം കൊണ്ടുവരുന്നത്? ഇസ്ലാമിസ്റ്റുകൾക്ക് ഇൻസെസ്റ്റ് ആഗ്രഹം തോന്നിയാൽ അത് തീർക്കാൻ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരു ആപേക്ഷിക പാപം മാത്രമാണ്. അത് ഒരു കൊണ്ട് തന്നെ തീരാവുന്ന പാപമുള്ളൂ. അത് അല്ലെങ്കിൽ അത് അടുത്ത നിസ്കാരത്തിൽ തീരും. പക്ഷേ അവർ കുഫറിൻ്റെ വാക്യങ്ങളോ പ്രവൃത്തികളോ ഉണ്ടാവരുത്, ശിർക്ക് ഉണ്ടാവരുത്. ദാറ്റ്സ് ആൾ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി സുഡാപ്പികൾക്ക് വേറൊരു സൗകര്യം കൂടിയുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഇൻസെസ്റ്റോ എന്ത് വേണേലും ഇവർക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു രേഖാമൂലം. ഇതെല്ലാം കഴിഞ്ഞ് ചത്ത് സ്വർഗത്തിൽ പോയാലോ? അവിടെയും പെങ്ങളെ കെട്ടാം. വേണമെങ്കിൽ ഇത് ഉസ്താദിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാമല്ലോ. മദ്രസ അധ്യാപകനായ ഉസ്താദ് പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കാം. സ്വർഗത്തിൽ പോയ ഇവിടെ നിഷിദ്ധമായ ബന്ധങ്ങൾ, ഇവിടെ മഹറം ആയ ബന്ധങ്ങൾ അവിടെ നമുക്ക് കെട്ടാം. അതായത് ഉദാഹരണത്തിന് നമ്മളുടെ പെങ്ങളെ കെട്ടാം, പിതാവിൻ്റെ സഹോദരനെ കെട്ടാം, മാതാവിൻ്റെ സഹോദരനെ, അതുപോലുള്ളവരൊക്കെ സ്വർഗത്തിൽ കെട്ടാം. ഉസ്താദ് തന്നെ പറയട്ടെ. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിൻ്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. അപ്പം അക്കാര്യം വളരെ ക്ലിയർ ആയില്ലേ? ഇനിയൊന്നും ഈ ഇതിൽ സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എല്ലാ കാര്യവും ഒരിക്കൽ ഇൻസെസ്റ്റ് ഭൂമിയിലും ചെയ്യുക, എന്നിട്ട് പൊറുക്കലിനെ തേടിയാൽ മതി. അതുപോലെ തന്നെ ചത്ത് കഴിഞ്ഞ് അവിടെ സ്വർഗത്തിൽ ചെന്ന ഒരിക്കൽ അവിടെ ഇവിടെ നിഷിദ്ധമായ ബന്ധങ്ങൾ അവിടെ ഹലാലാണ്. അവിടെ പെങ്ങളെ കെട്ടാ. ഇപ്പോൾ ഇവിടുത്തെ പെങ്ങൾ ചിലപ്പോൾ സുന്ദരിയായിരിക്കും, നോക്കി വെച്ചിട്ടുണ്ടാവും ഇവർ. പക്ഷെ പെങ്ങളായില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ പറഞ്ഞു ഇവർക്ക് അതിൽ താല്പര്യമുണ്ട്. പക്ഷേ ഖുർആൻ വിലക്കിയതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചു പോയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ അബ്ദുള്ള അബ്ബാസിലും കൂട്ടരൊക്കെ. അപ്പം അവർക്കൊക്കെ ചത്ത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ നോക്കി വെച്ച പെങ്ങളെ അവിടെ കെട്ടാം. അതാണ് ഈ ഉസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അല്ലാണ്ട് നമ്മളുടെ ഏതെങ്കിലും എക്സ് മുസ്ലിമോ വൈശാഖൻ തമ്പിയുടെ ക്ലാസ് അല്ല ഏതായാലും കേട്ടോ. ഹാഫിസ് അമീർ ജൗഹരി, ഇത് വൈശാഖൻ തമ്പി സാറിൻ്റെ ക്ലാസ് അല്ല. ഓക്കെ, ഉസ്താദിൻ്റെ ക്ലാസ്സാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ജൗഹരിയുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ജൗഹരി, വെയിറ്റ് ഫോർ മീ. ഓക്കെ, ഇനി ഞാൻ ആ പറഞ്ഞ കാര്യം, അതായത് ഈ ഒരു പൊളയെ കൂടെ നോക്കിയെന്ന് വാണം വിടുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നു. അത് തീർച്ചയായിട്ടും അത്രയും എത്ര വൈകാരികത വന്നാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും മറ്റു വേണ്ടപ്പെട്ടവരോടും ഞാനതിൽ മാപ്പ് ചോദിക്കുന്നു. അത്തരം വാക്കുകൾ പ്രയോഗിച്ചതിൽ ഒരു 5-6 വർഷം മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമുണ്ട്. എന്നാലും ഞാൻ അതിനു വേണ്ടി ഇന്നും മാപ്പ് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അതവിടെ തീർന്നു. പിന്നെ എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഉസ്വത്തുൻ ഹസനയല്ല. ഞാൻ ഈ ലോകത്തിൽ ആർക്കും മാതൃകയല്ല. ഞാൻ ഈ ലോകത്തിൽ എൻ്റെ ഭാര്യക്കോ കുട്ടിക്കോ പോലും ഞാൻ മാതൃകയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ഉസ്വത്തുൻ ഹസന എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന ഇവരുടെ കരളിൻ്റെ കുടലിൻ്റെ കരളായ മുത്തുനബിക്ക് ഒന്നാമത് അങ്ങേർക്ക് 12 ഭാര്യമാരുണ്ട്. ഞാൻ 12 കെട്ടിയിട്ടില്ല. ഞാൻ ആകെ ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ആരും തന്നെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ട് ഞാൻ ആക്രമിക്കുമെന്ന് പേടിച്ചിട്ടോ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ എനിക്ക് പെണ്ണുങ്ങളെ സമ്മാനമായിട്ട് തന്നിട്ടില്ല. ഓക്കെ, ആരും തന്നിട്ടില്ല. പക്ഷേ ഈ മുത്തുനബിക്ക് ഉസ്വത്തുൻ ഹസനക്ക്, ഇവരുടെ ഉസ്വത്തുൻ ഹസനക്ക് പെണ്ണിനെ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈജിപ്തിലെ രാജാവ് പെണ്ണിനെ സമ്മാനമായിട്ട് കൊടുക്കുകയും എന്നിട്ട് ആ സമ്മാനം കിട്ടിയ പെണ്ണിനെ കല്യാണം കഴിക്കാത്ത വെപ്പാട്ടിയാക്കി വെച്ച ആ പെണ്ണിനെ കൊണ്ടുപോയിട്ട് 12 ഭാര്യമാരിൽ ഒരു പെണ്ണ് അവളുടെ വാപ്പാനെ കാണാനോ റേഷൻ കടയിലോ എവിടെയോ പോയപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ ബെഡിലിട്ടുങ്ങാണ്ട് ഡിങ്കോളിഫിക്കേഷൻ നടത്തി. ഞാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ഓരോന്നും നമുക്ക് നോക്കി പോവാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ വാപ്പാനെയും ആങ്ങളമാരെയും ബന്ധുക്കളെയും ഒക്കെ വെട്ടിക്കൊന്ന്, അല്ലെങ്കിൽ പിന്നെ ഭർത്താവിനെ അടക്കം വെട്ടിക്കൊന്ന് തിരിച്ചു വരുമ്പോൾ അവളെയും പിടിച്ച് തിരിച്ചു വരുമ്പോൾ വഴിയിലിട്ട് ഞാൻ അറ കൂടിയിട്ടില്ല. ഇവരുടെ ഉസ്വത്തുൻ ഹസന അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനേലൊക്കെ എത്രയോ മെച്ചപ്പെട്ട മനുഷ്യനാണ്. 100% ആത്മാഭിമാനത്തോടുകൂടി എനിക്ക് പറയാം. ഇവരുടെ ഉസ്വത്തുൻ ഹസനയേക്കാൾ വളരെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, വളരെ മെച്ചപ്പെട്ട, വളരെ നല്ലൊരു മനുഷ്യനാണ് ഞാൻ. യാതൊരു സംശയ കാര്യത്തിലില്ല. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് എന്നെ തന്നെ ഒരുപാട് പേര് അവർ നാട്ടിൽ പോകുന്ന മുമ്പ് ഈ പൈസയൊക്കെ അയക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. അത് വിശ്വാസികളായ ആൾക്കാർ.
അവരുടെ കൂടെ നിന്ന് എനിക്കെതിരെ എന്നോട് തർക്കിക്കാൻ വന്നിരുന്ന, എന്നെ ഈ അവിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ തർക്കിക്കാൻ വന്നിരുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും വിശ്വാസമില്ലാതെ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ഞാൻ അവരോട് പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്താ ഈ നിങ്ങളുടെ ആൾ അവിടെ ഉള്ളപ്പോൾ എന്നെ എന്തുകൊണ്ട് ഏൽപ്പിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഇങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എനിക്ക് അത് ലോഡ് വരികയും എനിക്കത് റിസ്ക് വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഏൽപ്പിക്കുകയും ഞാനത് ചെയ്തു കൊടുക്കുകയും വിശ്വസ്തയോടുകൂടി ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് അവസാനം എനിക്ക് ഖത്തറിൽ വെച്ചിട്ട് എൻ്റെ ഈ ഒരീദു ആപ്പ് ഉണ്ട് പൈസ അയക്കാൻ വേണ്ടിയിട്ട്. അത് കൊറോണ കാലത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതും തുടങ്ങിയതും. അതെൻ്റെ ബ്ലോക്ക് ആവുകയും എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും പൈസ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളുടെ ജോലി എന്താണെന്നൊക്കെ ചോദിക്കുകയും ഞാൻ അതിന് കൊടുത്ത മറുപടി തൃപ്തികരമല്ലാത്തത് കൊണ്ട്, അതായത് അവർ പറയുന്നത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അവരാണ് കണ്ടെത്തേണ്ടത് അതിൻ്റെ മാർഗം, നിങ്ങളല്ല അവരുടെ പൈസ ഒന്നും വാങ്ങി അയക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായെങ്കിലും നിയമപരമായിട്ട് അത് നിലനിൽക്കുന്നതല്ലാത്തതുകൊണ്ട്, വാദം ഇതല്ലാത്തതുകൊണ്ട് എനിക്കെതിരെ നടപടി ഉണ്ടായില്ല. പകരം എൻ്റെ ഒരീദു ആപ്പ് എന്നേക്കുമായിട്ട് ബ്ലോക്കായിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഈ ഉസ്വത്തുൻ ഹസനേക്കാൾ എത്രയോ മെച്ചമാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. അനേക ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം പറയാണ്. എല്ലാം പറയാനും ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് അത് വിട്ടുകളയാണ്, ഇത് നിർത്തുകയാണ്. അപ്പോൾ ഇവർക്ക് ഇതിൽ താല്പര്യമുണ്ടെന്നും ആ താല്പര്യമാണ് ഇവർ കൂടെ എല്ലാ സംവാദങ്ങളിലും ഈ അമ്മ പെങ്ങൾ ഭോഗം ചോദ്യം അല്ലെങ്കിൽ ഇൻസെസ്റ്റ് ചോദ്യം ചോദിച്ചു വരുന്നതെന്നും തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രമാണങ്ങൾ വെച്ചിങ്ങാണ്ട് ഇപ്പം ഇത് തെളിയിച്ചത്. അപ്പോൾ ഇത് കൃത്യമായില്ലേ എന്തുകൊണ്ടാണ് ഇവർ ഇൻസെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റിയാലിറ്റി അല്ലെങ്കിൽ നെക്രോഫീലിയ അതായത് ശവഭോഗം, ബെസ്റ്റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗഭോഗം, ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മ പെങ്ങൾ ഭോഗം, ഇതുകൊണ്ട് എല്ലാ ചർച്ചയിലും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് അനുവാദമുണ്ട്. കർമ്മശാസ്ത്രപരമായിട്ട് ഇവർക്ക് ഇതിന് അനുവാദമുണ്ട്. ഇവർക്ക് എക്സംഷൻസ് ഉണ്ട്. ഇവർക്ക് അത് സാധ്യമാകുന്ന സന്ദർഭങ്ങളിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ശരീഅത്തിലും ലൂപ്പ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അത് മാത്രമല്ല, ഇവരുടെ കഥാപുസ്തകം അനുസരിച്ച് ഈ ആദമിൻ്റെയും ഹവ്വയുടെയൊക്കെ മക്കൾ ഇൻസെസ്റ്റ് ചെയ്തിട്ടാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾറെഡി, ഇൻസെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഇസ്ലാം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്, ലോകത്ത് മനുഷ്യർ മുഴുവൻ ഉണ്ടായിരിക്കണം ഇവരുടെ കഥ അനുസരിച്ച്. മറ്റു മനുഷ്യരത് വിശ്വസിക്കണില്ല, അവരത് അംഗീകരിക്കണമില്ല, അവരത് തള്ളിക്കളയുന്ന കേസാണ്. അപ്പം ഇവർ അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണെന്നും വള്ളിപുള്ളി തെറ്റാതെ. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഇതിൽ താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് ഇവരെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊട്ടിയിട്ട് ഈ മറുപടി പറയാൻ കാരണം. അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷെ ഞാനങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ പാടില്ല, അതെൻ്റെ കുറ്റമായിരുന്നു. വൈകാരികമായി നമ്മൾ പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതെൻ്റെ കുറ്റമായിരുന്നു. പക്ഷെ ഞാനത് സമ്മതിക്കാൻ, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അവിടെ സമ്മതിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇവിടെ എഗ്രി ചെയ്യുന്നു. അത് വൈകാരികമായി അങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചതിൽ ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. ഇത്രേ ഉള്ളൂ. ഇനിയും അവരെന്ത് വേണേലും കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, ഞാനിവിടെ റെഡിയാണ്. ഞാൻ അതിന് റെഡി ആയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്, ഗൾഫിൽ നിന്ന് പോകുന്നപ്പോൾ ഞാൻ ഇതിനൊക്കെ റെഡി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ സുഡാപ്പിക്ക് അത് മനസ്സിലായില്ല. ആ സുഡാപ്പിക്കും സുഡാപ്പിയുടെ സഹായിയായിട്ടുള്ള മറ്റേ സുഡാപ്പിക്കും, ഞാൻ 2 സുഡാപ്പിയുള്ള കാര്യം അവർക്കിത് മനസ്സിലായില്ല. ഞാനിവിടെ വന്നിട്ട് മാന്തിയിട്ടുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർക്ക് കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോഴാണ്, അതായത് ഫേസ്ബുക്ക് എപ്പിസോഡുകൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത് ഇത് എളുപ്പം അങ്ങോട്ട് തീരണ കേസല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണ് ഇവർ ഈ വീഡിയോ ഇട്ടേക്കുന്നത്, യൂട്യൂബിലല്ല. അത് എനിക്ക് വേറെ സുഹൃത്ത് കൊണ്ടുതന്നപ്പോൾ കാരണം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാനിത് അറിയണില്ല. ഒരു സുഹൃത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ PM ഇട്ട് തന്നത്, ഇങ്ങനെ ഒരു സംഭവം ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട് കേട്ടോ, വ്യൂസ് ഒക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് പറയാനുള്ള, നിങ്ങൾ ആ ഇൻസ്റ്റഗ്രാം പേജ് പോയി റീച്ച് കൂട്ടി കൊടുക്കണം. ഞാൻ മുമ്പ് എനിക്ക് യൂട്യൂബിൻ്റെ ഒരു ഇത് വന്ന് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ യൂട്യൂബിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതിന് റീച്ച് കൂട്ടി കൊടുക്കണം. അതുപോലെ ഇനിയും ഞാൻ പറയാൻ തയ്യാറാണ്. ആർക്കും വേണമെങ്കിലും ഇനിയും ഇതുപോലെ ഒരു കൈ നോക്കാം. അതൊക്കെ ഞാൻ മുഹമ്മദിനെയും ഇസ്ലാമിനെയും കൂട്ടി വെച്ചിട്ട് ഞാൻ മറുപടിയും പറയുന്നതായിരിക്കും. കൃത്യമായിട്ട് തെളിവ് സഹിതമായിരിക്കും ഞാൻ മറുപടി പറയുന്നത്. വാഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവില്ല. അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഇത് ഈ ജിഹാദിൻ്റെ ഇടയിൽ ഇത് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് ഞാനിവിടെ വെച്ചത്. അപ്പോൾ എല്ലാവർക്കും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് സുഡാപ്പികൾക്ക് ഇൻസെസ്റ്റിനോട് ഇത്ര താല്പര്യം? ആ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ കൂടെ എല്ലാ സംവാദങ്ങളിലും ഇൻസെസ്റ്റ് ചോദ്യം പൊക്കി വരുന്നത് എന്നുള്ളത് ഡോക്യുമെൻ്റ് വെച്ച് ഞാനിവിടെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പം ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഇതിന് കൗണ്ടർ വരികയാണെങ്കിൽ അപ്പം ഞാൻ കൂടുതലായിട്ട് വിവരങ്ങൾ അപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.